ദുഃഖിച്ചിരുന്ന പല രോഗങ്ങൾ വരും. ബൈബിളും പറയുന്നു, The joy of the Lord is my strength. കർത്താവിലെ സന്തോഷമാണ് നമ്മുടെ ബലം. അപ്പം നമുക്ക് സന്തോഷം തരുന്നത് കർത്താവാണ്, കർത്താവിൻ്റെ വചനമാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. കാരണം ദൈവം നമ്മുടെ പിതാവാണ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വ്യക്തി പോലും ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. കർത്താവ്, അപ്പൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ തരണേ. കർത്താവെ, അത് അനുഭവിക്കാത്ത വണ്ണം അവരുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. പൂർണ്ണ സന്തോഷത്തോടെ കർത്താവെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർഷിപ്പ് ലീഡർ ചെയ്യുന്ന പാസ്റ്റർ ഡാനി അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന ദേവദാസൻ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും ഓൺലൈനിലും കർത്താവെ ഞങ്ങളോട് പങ്കുചേരുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ദേശത്തെയും കർത്താവ് ഇന്നത്തെ ആരാധന മുഖാന്തരം ഒരു വിടുതൽ, ഒരു സമാധാനം ഈ ദേശത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അതിനുവേണ്ടി നമുക്ക് പാസ്റ്റർ ഡാനിയെ സ്വാഗതം ചെയ്യാം. Hallelujah. 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 Amen. എത്ര പേരുന്ന് പകൽക്കാല സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും? ചിരിച്ച മുഖങ്ങളോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് ഒരുമിച്ച് അവനെ ആരാധിക്കാം. അവൻ പാസ്റ്റർ പറഞ്ഞ പോലെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഞാനൊരു പുതിയ പാട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എൻ്റെ മനസ്സിലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ എനിക്കറിയാം ആരോടോ ദൈവത്തിന് ആ പാട്ടിലൂടെ സംസാരിക്കാനുണ്ട്. നിങ്ങൾ റെഡിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? നമുക്ക് സൺഡേ പാടാം, പക്ഷേ അതിനു മുമ്പേ ഇവിടെ നമുക്കൊന്ന് പാടി ആ പാട്ടൊന്ന് പഠിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു എല്ലാവരും കുറച്ചും കൂടി എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പക്ഷേ ആദ്യം വന്നവർക്കൊരു വില വേണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ പാട്ടൊക്കെ പഠിക്കാം. അവസാനം വരുന്നവർ പഠിക്കേണ്ട, അല്ലേ? നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ പറയുന്നത്. ആമേൻ. പഠിക്കാൻ റെഡിയാണോ? പെട്ര ചർച്ച് പാട്ട് പഠിക്കാനും പാടാനും ആരാധിക്കാനും ഒക്കെ ഭയങ്കര മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചർച്ച. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നന്നായി ആരാധിക്കുന്ന ചർച്ച എന്നുള്ള ചർച്ചിൻ്റെ പേര് നമുക്ക് ദൈവം തന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ക്ഷീണമൊന്നും എനിക്കില്ല. നിങ്ങൾ കാപ്പി കുടിച്ചായിരുന്നു? ഇന്ന് കുടിച്ചില്ല? അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാപ്പി കുടിക്കാം ഇത് കഴിഞ്ഞിട്ട്. റെഡി? ആക്കി ലിറിക്സ് ഇടാവോ? ആമേൻ. എനിക്കറിയില്ല, ഇന്ന് നമ്മളിത് ഡിക്ലെയർ ചെയ്യാൻ പോവാ. ആ വരികൾ നോക്കിയാൽ, മുട്ടൊന്നും ആരോടോ പരിശുദ്ധാത്മാവ് വിശ്വസ്തമായി ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളവരോട് ആരോടോ പറയുന്നു, മുട്ടൊന്നും വരികയില്ല, ബാധയൊന്നും നമ്മെ തൊടുകയില്ല, ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവം അത്രേ, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയുകയില്ല. അതിൻ്റെ കോറസ് വളരെ സിമ്പിളാ. ആമേൻ ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ആമേൻ. നമുക്ക് നോക്കാം. മുട്ടൊന്നും വരികയില്ല, ബാധയൊന്നും നമ്മെ തരുകയില്ല, മുട്ടൊന്നും വരികയില്ല, ബാധയൊന്നും തൊടുക. ഒരിക്കൽ കൂടെ, മുട്ടൊന്നും ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഒരിക്കൽ കൂടെ, മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല, ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഒരിക്കൽ കൂടെ, ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഇത്ര ശക്തി പോരാ.
ഞാനും ആദ്യമായിട്ട് പാടും ഈ പാട്ട്. പക്ഷെ ഇന്ന് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഈ പാട്ടിൻ്റെ അകത്തിട്ടു. നിങ്ങൾ ആരും കണ്ണടക്കരുത്. ബൈബിളിൽ കണ്ണടച്ച് ആരാധിക്കാൻ ഒരു വാക്യമില്ല. കണ്ണ് തുറന്ന് സന്തോഷമായിട്ട് ആ വരികൾ നോക്കി വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്ത് നമ്മൾ പാടാൻ പോവാ. ആമേൻ. ഒരിക്കൽ കൂടെ. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുക. ഒരിക്കൽ കൂടെ. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഒരിക്കൽ കൂടെ. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഒരിക്കൽ കൂടെ. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. പഠിക്കാം. ആമേൻ, 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 ആമേൻ. പഠിച്ചോ? പഠിച്ചോ? മുട്ടൊന്നും വരികയിൽ കൈയടിച്ചൊന്ന് പാടിക്ക്. ബാധ നമ്മെ തെല്ലും തൊടുകയില്ല, മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഒരിക്കൽ കൂടെ. മുട്ടൊന്നും ആമേൻ വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഒരിക്കൽ കൂടെ. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതായി യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതായി യാതൊരു മതിലും മുൻപിലില്ല. ഒരിക്കൽ കൂടെ. പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതായി യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതായി യാതൊരു മതിലും ഒരിക്കൽ കൂടെ പാടാമോ? പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതായി യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതായി യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമല്ലേ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഓ ഇന്നും എന്നും വിശ്വാസത്തോടെ കമോൺ. ഈ ദൈവം നമ്മുടെ ദൈവമല്ലോ. മാറുകില്ല, അവൻ മറക്കുകില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. വിശ്വാസത്തോടെ ആമേൻ,
പാടിക്കേ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. നമുക്കെതിരായി വരും. കമോൺ, വിശ്വാസത്തോടെ. ഫലിക്കയില്ല, എന്നെ തൊടുകയില്ല, നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. ഇന്നും എന്നും എന്നെന്നും ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയു. ഇന്നും എന്നും 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 എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമല്ലോ. മാറുകില്ല, അവൻ മറക്കൂ. കമോൺ, ഒരു നാളും. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ആമേൻ, 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 ആമേൻ. മുട്ടൊന്നും കമോൺ വരികയില്ല, ബാധയൊന്നും. യെസ്, മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവം. മാറുകില്ല, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയുകില്ല. ഇന്നും ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും. യെസ്, ആമേൻ, 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 ആമേൻ. യെസ്, 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 ആമേൻ, 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 ആമേൻ. പ്രാർത്ഥനയിൻ മുൻപിൽ, പ്രാർത്ഥനയിൻ മുൻപിൽ തകരാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. കമോൺ, പ്രാർത്ഥനയിൻ മുൻപിൽ മാറാത്തതാ യാതൊന്നും ഈ ഭൂവിലില്ല. ആരാധനയിൻ മധ്യ തകരാത്തതാ യാതൊരു മതിലും മുൻപിലില്ല. ഇന്നും ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവം. മാറുകില്ല, മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയു. ഇന്നും എന്നും ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും. യെസ്, പിരിയുകില്ല. ആമേൻ, 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 ആമേൻ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ നമ്മെ നിറച്ചിടുമേ. നമുക്കെതിരായി വരും ആയുധങ്ങൾ ഫലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ, പുതുഗാനത്താൽ. യെസ്, ഒരിക്കൽ കൂടെ പാടിക്കുക. നമുക്കെതിരായി വാ തുറന്ന് ഫലിക്കയില്ല,
വിലാപങ്ങൾ നൃത്തം, വിലാപങ്ങളെ നൃത്തമാക്കിയിടും താൻ പുതുകാലത്താൽ. ഇന്നും എന്നും, ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും നമ്മെ പിരിയുകയിന്നും. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറുകില്ല, അവൻ മറക്കുകയില്ല, ഒരു നാളും. Come on church, ചേർന്ന് പാടിക്കാമേ. ആമേൻ, അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും ആരെല്ലാം എതിർത്താലും പിന്മാറുകില്ലിനി ഞാൻ. വിശ്വാസത്താ എന്നും മുന്നേറും ഞാൻ. Come on, വിശ്വാസത്താ എല്ലാം ഡിക്ലെയർ ചെയ്താട്ടെ. വിശ്വാസത്താ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല. Come on, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനിമേൽ ഞാൻ ഞാനൊട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ.
ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല പാപത്തിനോ ഞാൻ അധീനനല്ല സാത്താന്യ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട് സാത്താന്യ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട് ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും അധികാരത്തോടെ പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമായി ജയം എനിക്കുണ്ട് പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാതൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗാമിച്ചാൽ മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗാമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാതൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ എരിയും തീച്ചുള എതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും ആമേൻ പതറു come on yes ആരൊക്കെയോ ഇന്ന് പകൽക്കാലം ഇത് ഡിക്ലെയർ ചെയ്യട്ടെ വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും എൻ
പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. ഒരിക്കൽ കൂടെ പാടാമോ? പതറുകയില്ല ഞാൻ, വാ തുറന്ന്. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ശബലം ധരബൽ ഖമനം ധേ ശബലേദവരം ശകലേധേ രഗലാദവരം ശകധോനോ രടകൽ ഖമനം ധരബൽ ഖ വിഗദലബരബർത്തുലബേലേ ശബലം ധരബൽ ഖമനം ധേ ശലബർത്തുനിബിൽ ഖമനം ധേ ജിരിഗിലി ബിരിദിലഗ രഗടഗ ശമലം ധരബൽ ഖമനം ധേ ശരമേനഗലം ധനബൽമോ ശലഗധുമനം ധനഗേലേ വിഗദിലി ബിരിദിനി ജഗദൽ ഖേ രഗദൽ. come on രേബൽ ഖദബദു രഖദഗർ ധുരബൽ ഖമനം ധരബൽ ഖമനം ധേ. ഓ ശലരബബബരബരഗദരഗടകലരം ധരബൽ ഖരബൽ 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 ധുരബൽ ഖരബൽ ധുലബൽ ഖരദ ധിരി ധിരിബി ധിരി ഉരബനബലബ ധുനിബിൽ ഖരബൽ ധുരബൽ പരബൽ ധുനബൽ ഓരബലം ധരബൽ ഖമരം ധരം. ഓരഗലം ധിരിബിൽ ഖമരം ധുരബലബരബ ധുനബൽ ഖമരം ധരഗടദലജൽ ഖുരദൽ ധിരിബിൽ ഖരബൽ ധുനിബിൽ ഖമർ ഓരബലം ധരബൽ ഖമരം ധിരിബിൽ ധിരിബിൽ ഖമരം ധുരബലബല ഉരഗടബലബ ധുനിബിൽ ഖമനം ധുരബലബലബ ധുനഗൽ ഖമന ചുരബനബല ദുർധനദൽ ഖമനം ധുരഗടബലബ ധുനഗൽ ഖമൻ അരഗുടബലബ ധുനിബിൽ ഖമനം ചുരഗർ ധുനബൽ ഖമരം ധനബേലമരം ധേ ചുരഗടബലബരദലഗർ ധുനിബിൽ പരമർത്ഥേ. പരിശുദ്ധാത്മാവേ ഓ റബലറബബബസിയാന്തരേ. യെസ്, നീറി പുകയുന്നവർ ഒരു ചിമ്മിനിയിൽ നിന്ന് പുക വരുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്തുള്ള തീയുടെ പുക നിന്നിൽ നിന്ന് പുറത്തു വരട്ടെ. ഈ ആരാധനയിൽ പുകയുന്നത് പലതും പുകഞ്ഞ് പുറത്തു പോകട്ടെ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചൂളയിൽ നിന്ന് പുകയുടെ മണം പോലും ഇല്ലാതെ പുറത്തു കൊണ്ടുവന്ന അതേ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാ ഇന്ന് നീ പകൽക്കാലം നിൽക്കുന്നത്. തിരിച്ചറിഞ്ഞോ? നീ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും നീ വെന്തു പോകാതെ നിന്നെ സൂക്ഷിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. ശലരഖരബബബസിയാന്തരേ. Thank you, Jesus. നന്ദി പറഞ്ഞാട്ടെ, സ്തുതിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. തീയിൽ നീ വെന്തു പോകാതെ, തീയിൽ നീ വെണ്ണീറാകാതെ, തീയിൽ നീ ചാരമാകാതെ, ആ തീയുടെ അകത്ത് നിന്റെ കൂടെ നടന്ന്
ആ പുകയുടെ മണം പോലും നിന്റെ മേൽ തട്ടാതെ നിന്നെ ജയാളിയായി പുറത്തു കൊണ്ടുവരുന്നവൻ, തീയിലെ നാലാമൻ, തീയിലെ നാലാമൻ. തീച്ചൂളയിലൂടെ പോകുന്നവർ, തീച്ചൂളയിലൂടെ പോകുന്നവർ മറക്കണ്ട, ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. We love you, Holy Spirit. Oh, sharababababa, sit. We love you, we love you. കൈവിടാത്തവനേ, ഉറപ്പുള്ള പാറേ, ഇന്നുമെന്നും എന്റെ കൂടെ ഇരിപ്പാൻ വിശ്വസ്തനേ, ഇന്നുമെന്നും എന്റെ കൂടെ ഇരിപ്പാൻ വിശ്വസ്തനേ. യാഹേ, അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. യാഹേ, അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ, അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ
എൻ ദൈവമേ, എൻ ജീവനാ, എൻ ജീവനാ, എൻ ജീവനാ, എൻ ദൈവമേ. Come on, സ്തുതിച്ചാട്ടെ അല്പസമയം. ശരിയാരെത്തിയേ Thank you, Jesus. Thank you, Jesus. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. We thank you, Jesus. We thank you, Jesus. തീയിലൂടെ നീ കടക്കണ്ടി വന്നാലും അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. നദി നിന്മേൽ കവിയുകയില്ല. മുട്ടൊന്നും വരികയില്ല. ബാധ നിന്റെ കൂടാരത്തോട് അടുക്കയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, മാറാത്തവൻ, കൈവിടാത്തവൻ, വിശ്വസ്തൻ, സ്നേഹിതൻ, പരിപാലകൻ, പരിപോഷകൻ, അവൻ എൻ്റെ കൂടെ. Jesus, we love you. Jesus, we thank you for your faithfulness. Jesus, we honor your presence. യേശുവേ, നല്ല ഇടയനെ, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ കടക്കേണ്ടി വന്നാലും അവിടെയും എന്നെ കൈവിടാതെ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരുന്നതിനായി നന്ദി. വിട്ടുപിരിയാത്ത നിന്റെ സാന്നിധ്യത്തിനായി നന്ദി. സുഖമുള്ള കാലത്തും കണ്ണുനീരിൻ്റെ നേരത്തും ഞങ്ങളുടെ കൂടെ അങ്ങുള്ളതിനായി നന്ദി. ഇതുവരെ കൊണ്ടുവന്നതിനായി നന്ദി. വന്നതല്ല അങ്ങ് കൊണ്ടുവന്നതാ, നടന്നതല്ല അങ്ങ് നടത്തിയതാ. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി, അങ്ങയുടെ കരുതലിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ എന്ന് കേൾക്കാണ്. നമ്മളിന്ന് പോൽക്കാലം ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു ഹെഡിങ് പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് കേട്ടോ അറിയാം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ഇത്? വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായി തുടങ്ങിയാൽ പകുതി പൂർത്തിയായി. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഈ ഒരു ചിന്തയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒന്നിയുടെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഫിലിപ്പർ 1:4 വായിക്കാം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. നമുക്ക് ഇത് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത് അവിടെ. പക്ഷെ നമുക്ക് ഈ വാക്യം പലതും ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ഫെയ്ത്ത് ലൈഫ് ഒരു നല്ല പ്രവൃത്തിയാണ്. കർത്താവ് യേശു നമ്മൾ തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പുറംപറമ്പിൽ എറിയപ്പെട്ട അവസ്ഥയിൽ കിടന്നവരാണ്. എന്നാൽ കർത്താവ് യേശു
നല്ല ശമരിയാക്കാരനെ പോലെ ആ വഴിയായി വന്നു. ലേവ്യൻ മാറിപ്പോയി, പുരോഹിതൻ മാറിപ്പോയി. എന്നാൽ നല്ല ശമരിയാക്കാരനെ പോലെ കർത്താവ് യേശു നമ്മെ കണ്ടു, നമ്മെ എടുത്തു, നമ്മുടെ മുറിവുകളെ കഴുകി, എണ്ണ പൂശി, നമ്മളെന്ത് ചെയ്തു? സത്രം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മളെ കൊണ്ടുവന്നാക്കി. അത്രയും കർത്താവ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫ്രീ സർവീസാണ് കർത്താവിൻ്റെ. അപ്പം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ പഠനം, നമ്മുടെ ബിസിനസ്, നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ വിവാഹ ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഹെൽത്ത് ക്ലബിൽ പോകാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ആരംഭിച്ച ഓരോ പ്രവൃത്തികളും, നമ്മൾ എത്രയോ കാര്യങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളൊക്കെ പലരും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതും തുടങ്ങി, പക്ഷേ നമ്മൾ ഇടയ്ക്ക് വെച്ച് പലതും നിർത്തിക്കളഞ്ഞു. ഗിറ്റാർ പഠിക്കാൻ തുടങ്ങി, അത് കൈ അങ്ങോട്ട് വഴങ്ങാത്ത വന്നപ്പം അത് നിർത്തിക്കളഞ്ഞു. കീബോർഡ് പഠിക്കാൻ തുടങ്ങി, അത് നിർത്തിക്കളഞ്ഞു. ഡ്രംസ് പഠിക്കാൻ തുടങ്ങി, അത് നിർത്തിക്കളഞ്ഞു. എക്സസൈസ് ചെയ്യാനായിട്ട് ഹെൽത്ത് ക്ലബ്ബിൽ പോകാൻ തുടങ്ങി, അത് നിർത്തിക്കളഞ്ഞു. ആമേൻ. എല്ലാ ദിവസവും 3 മണിക്ക് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി, അത് നിർത്തിക്കളഞ്ഞു. എല്ലാ ദിവസവും 5 ചാപ്റ്റർ ബൈബിൾ വായിക്കാൻ തുടങ്ങി, അത് നിർത്തിക്കളഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങി ഒരുപാട് കാര്യം നമ്മൾ നിർത്തിക്കളഞ്ഞു. ആമേൻ. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് സ്റ്റെബിലിറ്റി, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല, നമ്മളൊന്നും നേടത്തതുമില്ല. അതിന് വിശ്വാസിയായാലും എന്തോ ആയാലും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നതാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 1-2 വാക്യം വായിക്കാം. സദൃശവാക്യം 16:3. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. അപ്പോൾ ദൈവം നമ്മിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. ദൈവം നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില പ്രവൃത്തികളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രവൃത്തികൾ ചെയ്യാത്തത് കൊണ്ട് നമ്മളാരും എങ്ങും ഒന്നും എത്തിച്ചേരാത്തത്. ആമേൻ. പലരും വിചാരിക്കുന്നത് ഈ എല്ലാം ഫ്രീയാ, കർത്താവ് ഫ്രീ ആയിട്ട് സാൽവേഷൻ തന്നു, ഫ്രീ ആയിട്ട് സ്നാനപ്പെടാൻ വേണ്ടി വാസന്മാർ നിങ്ങളെ സ്നാനപ്പെടുത്തി, അതും ഫ്രീ ആയിരുന്നു. നമ്മളതിന് വല്ല റേറ്റ് വല്ലതും വെച്ചിട്ടുണ്ടോ? സ്നാനപ്പെടാൻ ഇത്ര രൂപ തരണം, നമ്മൾ റേറ്റ് വല്ലതും വെച്ചിട്ടുണ്ടോ? നമ്മളങ്ങനെയൊന്നും വെച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. പിന്നെ നമുക്കെല്ലാം ഫ്രീയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലർക്കും അതിൻ്റെ വാല്യൂ അറിയത്തില്ല. ഇനി സദൃശവാക്യങ്ങൾ 23:18 വായിക്കാം. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ആ 2 വാക്കുകൾ ചേർത്ത് വായിച്ചു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. 2 ചേർത്ത് വായിച്ചാൽ നമുക്ക് നല്ലൊരു സെൻറ്റൻസ് കിട്ടാനത്. അപ്പം നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കണം, പ്രവർത്തിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, വെൻ യു ബിക്കം എ ഡൂവർ ഓഫ് ദ വേർഡ്, ദൈവവചനം കേൾക്കുന്നവനല്ല, ഗ്രഹിക്കുന്നവനല്ല, അതിനെ ചെയ്യുന്നവനാണ് ജീവിതത്തിൽ വല്ലതും കാണുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കൊരു നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിക്കണം. നമ്മുടെ ജീവിതം നമുക്ക് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ഈ ഉദ്ദേശങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവർത്തികളെ യഹോവയ്ക്ക്, നമ്മുടെ ചിന്തകളല്ല, വിചാരങ്ങളല്ല, എഴുതി വെച്ച നോട്ടുകളല്ല, നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ. 21:18 ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക്, ദൈവത്തിന് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രതിഫലം ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന, പ്രത്യാശിക്കുന്ന ആ ശുഭഭാവി നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തി തരിക തന്നെ ചെയ്യും. നമ്മൾ പ്രതീക്ഷ സമയത്തായിരിക്കത്തില്ലെന്നേ ഉള്ളൂ, സമയം ചിലപ്പോൾ ഇച്ചിരി മുന്നോട്ടൊക്കെ പോകുന്നു വരും. അപ്പം ഞാൻ ബൈബിളിൽ ചില എക്സാമ്പിൾസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾ, നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ്, നമ്മൾ കേട്ടിട്ടുള്ള, നമുക്ക് വളരെ പരിചയമുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ, ഈ ഒരു വീക്ഷണത്തിൽ, ഈ ഒരു ഫോക്കസ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിനകത്ത് ചില കാര്യം നമുക്ക് ഇന്ന് പലർക്കും ഗ്രഹിക്കാൻ കഴിയും. നമുക്കറിയാം. ഓക്കെ, ഉൽപ്പത്തി 6:13-14 ആദ്യം വായിക്കാം. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്ന സംഭവം ഇതൊക്കെ. അപ്പോൾ അവിടെ എന്താണ്, നോഹ ഏതാണ്ട് 100 വർഷത്തോളം എടുത്ത് ഈ പെട്ടെന്ന് തീർക്കാൻ. നമ്മൾ പറയുന്നൊരു കൊച്ചു ബോട്ടൊന്നുമല്ല ഇത്. ഇതിന് 3 അറകളുണ്ട്, 3 നിലയുള്ള ഒരു കെട്ടിടം.
മനസ്സിലായി? 3 നില ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോലത്തെ നിലയല്ല, എന്ന് വെച്ചാൽ വലിയ ആനയും ഒട്ടകമൊക്കെ നിൽക്കേണ്ടത്. അപ്പോൾ അത്രയും സൈസാണ് അതിനുള്ളത്. ഏതാണ്ട് 1.5 ഫുട്ബോൾ കോർട്ടിൻ്റെ നീളം, 1.5 ഫുട്ബോൾ കോർട്ടിൻ്റെ നീളം, അത്ര നീളമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ അത്രയും ഒരു എത്രയോ ഞാനത് മറന്നുപോയി എൻ്റെ കണക്ക്, എത്രയോ നില ഒരു കെട്ടിടത്തിൻ്റെ അത്രയും സൈസാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും ഈ 2 ആന, 2 ഒട്ടകം, 2 കുതിര, 2 ഹിപ്പോപ്പൊട്ടാമസ്, 2 പുലി, 2 സിംഹം, 2 കടുവ, മനസ്സിലായോ? ഇതെല്ലാം ഈ 2 എണ്ണം ഇത് ഈ ഭൂമിയിലുള്ള എല്ലാ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജലജീവികൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ബേർഡ്സും ഈ പറയുന്ന റെപ്റ്റൈൽസ്, ഇഴജന്തുക്കളും, ഇതെല്ലാം ഈ 2 ഇതിനകത്ത് കയറുന്ന പറയും. ഒരുപാട് സ്ഥലം വേണം ഇതിന്. നമ്മൾ ഒരു കൊച്ചു സംഗതിയൊന്നുമല്ല. അപ്പം 100 വർഷത്തോളം എടുത്താണ് നോഹ ഇത് പണിയുന്നത്. 100 ഇയേഴ്സോളം എടുത്തു. പ്രൈസ് ഗോഡ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോഹ ഇത് പണിയുമ്പം ബൈബിളില്ല, ബൈബിളിൻ്റെ ഒരു താള് പോലും എഴുതിയിട്ടില്ല. ഓക്കെ. പിന്നെ നോഹ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നോഹ വിശ്വസിക്കേണ്ടത്. നോഹ എന്നല്ല, ഭൂമിയിൽ അന്ന് വരെ ആരും മഴ കണ്ടിട്ടില്ല, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. കാണാത്തൊരു കാര്യമാണ് അത്, ജീവിതത്തിൽ കാണാത്തൊരു കാര്യമാണ് ഇത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് വിശ്വസിച്ചിട്ട് ആദ്യത്തെ ഗോഫർ മരം വെട്ടിയൊരു വെട്ടുണ്ട് പുള്ളി. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഗോഫർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കണം. ഈ കാര്യം വീട്ടിൽ ഡിസ്കസ് ചെയ്ത് കാണും. ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് പുള്ളി പ്രാർത്ഥിച്ചിട്ട് വൈഫിനെയും മക്കളും 3 പേരും, പെൺപിള്ളേർ 3 പേരും ഇപ്പുറത്ത് അവരിങ്ങനെ ഇരിക്കുകയാണ്. മോശ ഈ അറ്റത്ത്, പുള്ളിക്കാരി അപ്പുറത്ത്, ആമ്പിള്ളേർ ഇവിടെ, പെൺപിള്ളേർ ഇവിടെ, ഇങ്ങനെ അവർ 8 പേരുടെ ഇരിക്കുക. നോഹ ഈ കാര്യം പ്രസൻറ്റ് ചെയ്തു. ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടിക്കാണും. പിന്നെ നോഹ കാര്യങ്ങൾ കാര്യകാരണ സഹിതം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവരെല്ലാം ഇങ്ങനെ, ഇവരാരും ഇത് കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ ശബ്ദം ഇവരാരും കേട്ടിട്ടുമില്ല. അപ്പോൾ നോഹ പറഞ്ഞ ആ ദൈവശബ്ദം നോഹയുടെ ഭാര്യയും നോഹയുടെ 3 മക്കളും 3 മക്കളുടെ 3 ഭാര്യമാരും ഇവരെല്ലാം ഇത് കേട്ട് അവർ 8 പേരും അത് വിശ്വസിച്ചു. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഗോഫർ മരം വെട്ടാൻ ഒരു കോടാലിയായിട്ട് പോയി. ഹല്ലേലൂയ. ആദ്യത്തെ ഗോഫർ മരത്തിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥിച്ച് കോടാലി വെച്ചവർ. അതൊരു ചെറിയ തുടക്കമാണ്. ആമേൻ. ആ ഒരു ആദ്യത്തെ ഗോഫർ മരത്തിൻ്റെ ചുവട്ടിൽ കോടാലിക്ക് വെട്ടുമ്പോൾ, ആ ആദ്യത്തെ വെട്ടുമ്പോൾ മുന്നോട്ടിനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും നോഹയ്ക്കില്ല. നോഹയ്ക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. പ്രൈസ് ഗോഡ്. ഈ ഷിപ്പ് ഇങ്ങനെ കെട്ടിയവർ ഇതെങ്ങനെ ഇരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ പുള്ളിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ അതിൻ്റെ സൈസും അടയാളവും നീളവും വീതിയും പൊക്കവും, എത്ര അറ വേണം, ഓരോ അറയ്ക്ക് എത്ര ഇതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ ഗോഫർ മരം വെട്ടുന്ന ആദ്യത്തെ വെട്ട്, ചെറിയ തുടക്കം. ആദ്യത്തെ ഗോഫർ മരം വെട്ടുമ്പോൾ നോഹയൊരു ചരിത്ര പുരുഷനാകാൻ പോകുകയാണെന്ന് നോഹയ്ക്ക് അറിയാമായിരുന്നോ? അറിയത്തില്ല. നോഹ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചരിത്രം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെളിപ്പെടുമെന്നും ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേര് വരുമെന്നൊന്നും നോഹയ്ക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമ്മോട് പറയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ റിസൾട്ട്, അതിന് വരാൻ പോകുന്ന വലിയ റിസൾട്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാര്യമായ ബോധ്യമൊന്നുമില്ല. പക്ഷേ ചെറിയ തുടക്കം, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ചെറിയ തുടക്കം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ചെറിയ തുടക്കത്തിലൂടെ മാത്രമാണ് നമ്മൾ ജയിക്കാൻ പോകുന്നത്. അത് വെൽ ബിഗിനിങ് ഹാവ് ഡൺ എന്ന് പറയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി എബ്രായലേഖനം 11:6-7 വായിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ
ആ വാക്യം പറഞ്ഞ ഉടനെ നോഹയുടെ കാര്യം പറയുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന വിശ്വസിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞിട്ട് ഉടനെ നോഹയുടെ എക്സാമ്പിളാണ് ഇബ്രാഹിം ലേഖന കർത്താവ് എഴുതുന്നത്. കണ്ടോ? അപ്പോൾ പുതിയ നിയമത്തിൽ പോലും യേശു നോഹയെക്കുറിച്ച് പറഞ്ഞു, പൗലോസ് നോഹയെക്കുറിച്ച് പറഞ്ഞു, പത്രോസ് നോഹയെക്കുറിച്ച് പറഞ്ഞു. ഈ നോഹ ഈ ആദ്യത്തെ ഗോപുരമരം വെട്ടാൻ കോടാലിയുമായിട്ട് പോകുന്ന സമയത്ത് ഇത് വല്ലതും നോഹ ചിന്തിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ചെറിയ തുടക്കം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മനസ്സിൽ നാളുകളായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോകട്ടെ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സംഭവം മുന്നോട്ട് പോകട്ടെ, നാളെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മേക്ക് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഹിസ്റ്ററിയാണ് ഇല്ലാതാകുന്നത്. നിങ്ങളോട് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു ഹിസ്റ്ററി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇല്ലാതാകുന്നത്. ആമേൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം കാര്യം കർത്താവ് പറഞ്ഞ് ചെയ്യാനായിട്ട് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ നമ്മളത് ചിലപ്പോൾ പേർക്ക് തോന്നുന്നേ ആയിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെ തോന്നും, പാസ് ഈ പ്രസംഗിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നേ ആയിരിക്കും. ഹല്ലേലൂയ, ആമേൻ. വായിച്ചോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. കണ്ടോ? വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു നോഹ. അപ്പോൾ ആദ്യത്തെ ഗോപുരമരം വെട്ടുന്ന വെട്ട്, ആ ഗോപുരമരം താഴെ വീഴുമ്പോൾ അവർക്ക് ധൈര്യമായി അടുത്തത് വെട്ടാൻ തുടങ്ങിയവർ. അങ്ങനെ ഗോപുരം വെട്ടി താഴെയിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടി തൊലിയൊക്കെ ഉരിഞ്ഞ് അതിനെ റെഡിയാക്കിയെടുത്ത് അതിനെ വലിച്ച്, അതിൻ്റെ വർക്കേഴ്സൊക്കെ ഉണ്ട് അവരുടെ കൂടെ. ഇവരുടെ കൂടെ ജോലിക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ ജോലിക്കാരുണ്ട്, പിന്നെ ചിലപ്പം ഷേമിൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹാമിൻ്റെ ഭാര്യയുടെ വീട്ടുകാർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, യാഫത്തിൻ്റെ വീട്ടുകാരെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ എന്തെങ്കിലും ആട്ടെ, നമുക്ക് വേണ്ടി കൂലി കിട്ടുമല്ലോ, അയാൾ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് ജോലിക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജോലിക്കാരൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ നോഹയെ കളിയാക്കി അതും ഇതൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ കിളവന് വല്ല വയസ്സാകാലത്ത് ഇങ്ങനെ ഈ പിള്ളേർക്ക് പോലും ഈ മണ്ടത്തിന് മനസ്സിലാകുന്നില്ലല്ലോ, യവന്മാരെൻ്റെ കൂടെ നിൽക്കുന്നത് എന്തിനാ എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡെയിലി 100 കണക്കിന് ആളുകൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അതിനകത്ത്. കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അതിനകത്ത്. ആണിയൊക്കെ ഉണ്ടാക്കണമല്ലോ. ഇന്ന് പോയി കടലിൽ പോയി കുറേ ആണിതാന്ന് പറഞ്ഞാൽ ആണിയെല്ലാം ഉണ്ടാക്കണം. അവർ എല്ലാ സാധനവും അവർ ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന കാസ്റ്റ് ചെയ്യുന്ന ആളുകളെ, പിന്നെ ആണി ഉണ്ടാക്കുന്ന കൊല്ലന്മാരെ, ഇവരെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ റിവറ്റുകൾ അതെല്ലാം ഉണ്ടാക്കിയെടുക്കണം. അപ്പം കാർപ്പൻറ്റേഴ്സ് ഇതെല്ലാം, പിന്നെ കീറുന്നവരെ മറ്റെന്തോ ഈ ഇങ്ങനെ ഇന്നത്തെ പോയി കൊണ്ട് ഷീന്ന് നോക്കുന്നല്ലോ, ഇങ്ങനെ കീറിയെടുക്കണം. ഇതിനൊക്കെ ഒത്തിരി പണിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ഈ പണി നടക്കുമ്പോൾ സത്യത്തിൽ നോഹയ്ക്ക് ഒരു വ്യക്തതയുണ്ടോ? ഇതിനെക്കുറിച്ച് വല്ലോ ഒരു വ്യക്തതയുണ്ടോ? ഒരു വ്യക്തതയില്ല. നമ്മൾ പല കാര്യങ്ങളും ദൈവം പറഞ്ഞ പല കാര്യം ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് വ്യക്തതയൊന്നും ക്ലാരിറ്റി ഒന്നുമില്ല. അതിനകത്ത് പലതിനകത്തും ദൈവം അത് ക്ലാരിഫൈ ചെയ്യത്തില്ല. അങ്ങനെയാണ് ദൈവം. ഹല്ലേലൂയ. പക്ഷേ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്തോണം. ആമേൻ. അടുത്ത വാക്യം 1 പത്രോസ് 3:20. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ, അത് പത്രോസാണ് പറയുന്നത്. അപ്പോൾ പത്രോസും നോഹയെക്കുറിച്ച് പറഞ്ഞു. എബ്രായത്തിൽ അത് പൗലോസ് എഴുതിയെന്ന് നമ്മൾ സ്ട്രോങ്ങായിട്ട് വിശ്വസിക്കുന്നു. പൗലോസും പറഞ്ഞു ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. മനസ്സിലായോ? അപ്പോൾ സ്നാനത്തിൻ്റെ ക്ലാസ് കൊടുക്കുമ്പോഴും അവൻ നോഹയുടെ പെട്ടകത്തിനകത്ത് കയറുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് പിന്നെ പത്രോസ് ആ ക്ലാസ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞു, പത്രോസ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, പല പുതിയ നിയമ എഴുത്തുകാരും അതിനെക്കുറിച്ച് പറഞ്ഞു, നോഹയെക്കുറിച്ച് പറഞ്ഞു. നോഹ ഇതിനൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നോഹ ഇതൊന്നും അറിയുന്നില്ല. നോഹയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോട് തുടങ്ങുന്ന ഒരു ചെറിയ തുടക്കം, അതിൻ്റെ വരാൻ പോകുന്ന വിശാലമായ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊന്നും പലതും നമ്മുടെ ലൈഫിലൂടെ വലിയ സൂപ്പർ നാച്ചുറൽ കാര്യം നടക്കാത്ത നമ്മളൊന്നും തുടങ്ങാത്തതുകൊണ്ടാണ്. KFC-കാരൻ ആദ്യം
ഒരു സൈക്കിളിനകത്ത് ഒരു ചെറിയ പെട്ടിക്കകത്ത് വെച്ച് ഏതാണ്ടൊരു കോഴിക്കകത്ത് ഏതാണ്ടൊരു മസാലയൊക്കെ തേച്ച് പുള്ളി തന്നെ വീട്ടിലിട്ട് വറുത്ത് വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. കെൻറ്റക്കി സ്റ്റേറ്റിലുള്ള ഒരാളാണ് പുള്ളി. കെൻറ്റക്കി ഒരു സ്റ്റേറ്റ് അമേരിക്കയിലെ. അങ്ങനെ വീടുകളിൽ 62ാമത്തെ വയസ്സിൽ സൈക്കിളിൽ അത് വെച്ചിട്ട് ഓരോ വീടുകളിലും കൊണ്ട് ഡ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിറ്റ ഒരു മനുഷ്യനാണ് ഈ കെൻറ്റക്കിയുടെ ഉടമസ്ഥൻ. അത് പിന്നെ ചെറിയൊരു റെസ്റ്റോറൻ്റായിട്ട് മാറി. പിന്നെ എൻ്റെ ഫ്രാഞ്ചൈസി കെൻറ്റക്കി പിന്നെ സ്റ്റേറ്റ് മൊത്തം ഉണ്ടായി, അമേരിക്ക മൊത്തം ഉണ്ടായി, ഇന്ന് ലോകം മുഴുവൻ ഉണ്ടായി. ചെറിയ തുടക്കം അത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മീഡിയയിൽ അങ്ങോട്ട് ഞാനൊരു സംഗതി കണ്ടു. ഒരു പെട്ടിക്കകത്ത് മീൻ വിറ്റ ഒരു മനുഷ്യൻ. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നത്? ഇന്ന് 4500 കോടി ആസ്തിയുള്ളൊരു ബിസിനസ്സിൻ്റെ ഓണറാണ് പുള്ളി. 4500 കോടി ഒരു പെട്ടിക്കകത്ത് മീൻ കച്ചവടം ചെയ്ത മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ പ്രശ്നം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് ഇരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ യു സ്റ്റാർട്ട് സംതിങ് ഇൻ ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വാസത്തിൽ തുടങ്ങണം. വിശ്വാസം തുടങ്ങുമ്പോഴാണ് അത് റിസൾട്ട് നമുക്ക് ചിന്തിക്കാൻ സങ്കല്പിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. യു സ്റ്റാർട്ട് സംതിങ്. പ്രൈസ് ദി ലോർഡ്. ഈ കോവിഡ് സമയത്ത് മറ്റേ ഈ മാസ്ക് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകളുണ്ട്. അറിയാം നമുക്ക്? വെറും മാസ്ക് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതൊന്നും ചെയ്യാതെ നമ്മളെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമല്ല. യു ഡു സംതിങ്. യു സ്റ്റാർട്ട് സംതിങ്. നിങ്ങളെന്തെങ്കിലും തുടങ്ങ്. നിങ്ങളുടെ മനസ്സിൽ നാളുകളായിട്ട് ദൈവം പറയുന്ന എന്ന് ചെറിയ ഒരു സ്മോൾ സ്കെയിലിൽ തുടങ്ങും. നിങ്ങൾ സ്മോൾ സ്കെയിലിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആദ്യ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 2000 രൂപയെ ദശാംശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പ്രാർത്ഥന, കർത്താവ് എനിക്ക് 2 ലക്ഷം രൂപ ദശാംശം കൊടുക്കണം. 20 ലക്ഷം രൂപ പ്രോഫിറ്റ് വന്നാലേ 2 ലക്ഷം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഉണ്ടാകും ഈസിയായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബംഗ്ലാദേശിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു 3 പേരുടെ വണ്ടിക്കകത്തൊരു മോട്ടറും വെച്ച് കെട്ടി അവരതിനകത്ത് കറങ്ങി ഡെയിലി അവർ 10,000, 2,000, 3,000 രൂപ ഉണ്ടാകുന്നത്. എന്നിട്ട് ഇവിടെ മലയാളിക്ക് എംടെക് പഠിച്ച് നടക്കുക ജോലിയില്ലാതെ. എന്നിട്ട് ഓഫീസിൽ പോയി കുത്തിയിരുന്ന് 12,000 രൂപയ്ക്ക് ജോലി ചെയ്യാം എംടെക്കുകാരൻ. അവൻ 3ാം ക്ലാസ് 4ാം ക്ലാസ് എങ്കിലും അവനിവിടെ വന്നിട്ട് അവനൊരു 3 പേരുടെ വണ്ടി എടുത്ത് അവൻ വേസ്റ്റ് കുറയ്ക്ക് നടന്ന് അവൻ എന്നും വൈകിട്ട് 10,000 രൂപ ഉണ്ടാകും. മാസം 1 lakh സംതിങ് അവനുണ്ടാകും എല്ലാ മാസവും. ഹല്ലേലൂയ. സാധ്യതകളുണ്ട്, പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല. ഓക്കെ. അപ്പോൾ എന്താ, ആദ്യത്തെ ഗോഫർ മരം വെട്ടിയതായിരുന്നു നോഹ എന്ന് പറയുന്ന മനുഷ്യനെ ബൈബിളിലുള്ള ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റിയത്. നോഹയുടെ പെട്ടമെന്ന് പറയുന്ന സംഭവം അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? യഹൂദന്മാർക്കറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം, മുസ്ലിമിനറിയാം, ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു കഥയല്ല, സംഭവമാണ് നോഹയുടെ പെട്ടകം. ആ പെട്ടകം ഇന്നും അരാരത്തെന്ന് പറയുന്ന ആ ടർക്കിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ടർക്കിയിൽ ഇന്നും ഒരു മഞ്ഞിൻ്റെ അടി കിടപ്പുണ്ട് അത് സാധനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അവിടെ ചെന്ന് അവരതിൻ്റെ തടി വെട്ടിയെടുത്ത് അവരത് ലാബറട്ടറി ടെസ്റ്റ് ചെയ്തു. ഇത്ര വർഷം പഴക്കമുള്ള തടിയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക്കലി പ്രൂവൺ ആണത്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബിബ്ലിക്കൽ ഹിസ്റ്ററി മാത്രമല്ല, ഈവൻ ഒരു സയൻറ്റിഫിക് ഹിസ്റ്ററി പോലും നോഹ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്ത് നോഹ ഒരു ഹിസ്റ്റോറിക്കൽ മാനായിട്ട് മാറിയത് ആ ചെറിയ തുടക്കമാണ്. ആമേൻ. അതുകൊണ്ട് നമ്മളെല്ലാ ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ മെസ്സേജിൽ കേട്ട് പോകാതെ ഈ കേൾക്കുന്ന മെസ്സേജിൻ്റെ ഒരു 10% എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കാണാൻ പറ്റുന്നത്. വലിയ വലിയ റിസൾട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തത് എബ്രായ 11:8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം അബ്രഹാമിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. എങ്കിലും ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഹാരാനിൽ നിന്നും തൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ, ആ സ്റ്റെപ്പ് എന്തിലേക്കൊക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ സാറിന് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ശക്തമായ ഒരു രാജ്യത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രമല്ല വേറെ കുറേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
എബ്രഹാം സാറയുടെ 75 വയസ്സുള്ള മനുഷ്യൻ 65 വയസ്സുള്ള സ്ത്രീയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഹാരാനിൽ തൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം ഹാരാനിലെ വീട് വിട്ട് താൻ പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ സ്റ്റെപ്പ്, എബ്രഹാമിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റെപ്പ്. ചരിത്രം ക്രിയേറ്റ് ഒരു സ്റ്റെപ്പായിരുന്നു അത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആമേൻ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം, ആ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇബ്രായ 11:8 വായിച്ചു. ഇനി ഉൽപ്പത്തി 12:1-4 വരെ. യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. അപ്പോൾ അബ്രാം പുറപ്പെട്ടു. എന്താ അബ്രാം പുറപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതല്ലേ, ആ പുറപ്പാട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ വെൽ ബിഗൺ എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സ്ട്രോങ് രാജ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു അബ്രഹാം വെച്ച ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളിപ്പോൾ എന്നും ടെലിവിഷനകത്തും ഓൺലൈനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൻ്റെ ആ ഒരു ശക്തി എന്താണെന്ന്, ഇല്ലേ? പലരും നോക്കിയിട്ടൊന്നും പറക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലിന് പരാജയം ഉണ്ടാകും, വരുന്ന ദിവസങ്ങളിൽ പരാജയം ഉണ്ടാകും. ഈ യുദ്ധത്തിലാണെന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ ഒരു പരാജയം ഉണ്ടാകും. പ്രൈസ് ലോർഡ്. ആ സമയത്ത് അവരുടെ ഇരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് അതും ഇതെല്ലാം തല്ലി പൊട്ടിക്ക് വരും. എല്ലാം പൊട്ടി ചുറ്റോടുള്ള സകല രാജ്യങ്ങളെയും, ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ എന്തായി, കണ്ണുകൾ അഴുകി താഴെ പോകും മുഴുവൻ. 3-2 കൊല്ലും, 3-2 യഹൂദന്മാരെ കൊല്ലും ഈ ശത്രു കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ബാക്കി 3-1 ശക്തമായിട്ട് പോരാടി അവിടെ ഇന്നിരിക്കുന്ന സകല ആറ്റമിക് ഹൈഡ്രജൻ ബോംബ് മുഴുവൻ തല്ലി പൊട്ടിച്ച് ചുറ്റുപാടുള്ള സകല രാജ്യങ്ങളും ഒരൊറ്റ ജീവനും ജീവിക്കാത്ത പോലെ അവരാക്കും. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ വളരെ കണക്റ്റഡ് ഈ സംഭവങ്ങളെല്ലാം. അവിടെ ദൈവമക്കൾ ഈ കാലഘട്ടങ്ങളിലെ നിങ്ങൾ ചുമ്മാ ഈ ലോകത്തിൽ അതും ഇതൊക്കെ ചിന്തിച്ചും മനസ്സ് പുണ്ണാക്കിയൊക്കെ ഇരിക്കാതെ നിങ്ങൾ ഈ ഇനിയുള്ള ദിവസമെങ്കിലും നിങ്ങൾ ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകും. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ഞാൻ പറയാം, സത്യം പറയാം, റിഗ്രറ്റ് ചെയ്യും. എനിക്കൊരു റിഗ്രറ്റും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ റിഗ്രറ്റ് ചെയ്യും. നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. ഈ കാലഘട്ടങ്ങൾ നമ്മൾ ഈ ലോകത്തിൻ്റെ അതിനും ഇതിനും ഓടുന്ന ഓട്ടം കുറച്ചൊന്ന് കുറച്ചിട്ട് വേണം. അത് നിങ്ങളുടെ കുറേ സമയം ദൈവത്തിനും ദൈവരാജ്യത്തിനും നിങ്ങൾ ചെലവഴിച്ചില്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ കൂട്ടി വയ്ക്കുന്നത്, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഇതൊന്നും നമ്മൾ ബൈബിൾ നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇതൊന്നും ഓരോരുത്തർ അവരുടെ ഫീൽഡിൽ അവരുടെ പേരിടുന്നു, അവർ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നു. ഇതിനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല മക്കളെ. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടൊന്നും വേണ്ടാന്നോ സമ്പാദിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിലേക്കൊന്നും നമ്മുടെ കൂടുതൽ ഫോക്കസ് ആകരുത്. നമ്മൾ ഓൾവേസ് ഫോക്കസ് ഓൺ ഗാഡ്. ദൈവം നിങ്ങൾ ഫോക്കസ് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തോളും. നിങ്ങളുടെ ബാങ്കിൽ ഒത്തിരി പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. എത്ര പണം ഉണ്ടായാലും എത്ര പണമില്ല, നമുക്ക് 3 നേരമല്ലേ കഴിക്കാം, നല്ല 4 നേരം കഴിക്കും. അത് ഞാനും കഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. വളരെ ന്യൂട്രീഷ്യസ് ആയ നല്ല ഫുഡാണ് ഞാൻ എന്നും കഴിക്കുന്നത്. ഹല്ലേലൂയ. നല്ല മുറി ഞാനും അസംബ്ലി AC ഉള്ള മുറി ഞാനും കിടന്നുറങ്ങുന്നുണ്ട്. AC ഇട്ട് തണുത്ത് തന്നെ ഞാനും കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. AC ഉള്ള വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആമേൻ. ഇതെല്ലാം നമുക്ക് ബാങ്കിൽ ഒത്തിരി പൈസ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. അതിന് ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ മോദം തന്നെ ആ പൈസയിലേക്ക് ഫോക്കസ് ചെയ്യാതെ ദൈവത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമെങ്കിൽ നമ്മുടെ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിലും 0 ബാലൻസ് ആണെങ്കിലും ദൈവം റോയലായിട്ട് നമ്മൾ നടത്തും. ഒരു സംശയം വേണ്ട. അത് ഞാൻ അതിൻ്റെ എക്സാമ്പിളാണ്. ദൈവം റോയലായിട്ട് നടത്തും. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ഒരാളല്ല, ഞാൻ ചെയ്തിട്ട് തന്നെ അതെല്ലാം പറയും നിങ്ങളോട്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നത്? രണ്ടാമത്തത് ഉൽപ്പത്തി 2:23. സോറി, യാക്കോബ് 2:23. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന ഒരേ ഒരാളെ ദൈവം വിളിച്ചുള്ളൂ. ഇൻ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. മാനവരാശിയുടെ ചരിത്രത്തിൽ ഈ അഖിലാണ്ടത്തിൽ ഒരൊറ്റ ഒരാളുടെ ദൈവം എൻ്റെ സ്നേഹിതാന്ന് വിളിച്ചത്.
അപ്പോൾ എൻ്റെ സ്നേഹിതനെന്ന് ദൈവത്തിൻ്റെ പേര് വിളിക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് എബ്രഹാം വെച്ചത്. ദൈവം തന്നെ നീ എൻ്റെ സ്നേഹിതനാണ് എന്ന് പറയാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു അബ്രഹാമിൻ്റെ ഹാര എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പം അതിൻ്റെ റിസൾട്ട് ഈസ് യു കനോട്ട് ഇമാജിൻ. നമ്മൾ വെക്കുന്ന ദൈവഹിതപ്രകാരം വെക്കുന്ന ഒരു സ്റ്റെപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ ഒക്കത്തില്ല. അത്ര ഭയങ്കരമാണ്. അവൻ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് അബ്രഹാം അവിടെ ഹാരാനിൽ നിന്ന് വെച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ലൂക്കോസ് 16:22. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയി. അപ്പോൾ സ്വർഗത്തിൽ, അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന പർദീസ എല്ലാം ഉണ്ടല്ലോ. സ്വർഗം എന്ന് പറയുന്ന മൂന്നാം സ്വർഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പർദീസ, ദ റെസ്റ്റ് പ്ലേസ് ഓഫ് ദ സെയിൻസ്, അതായത് വിശുദ്ധന്മാരുടെ വിശ്രമ സ്ഥലമാണ് പർദീസ. അപ്പോൾ ആ പർദീസ, യേശുവിൻ്റെ പേരിൽ പോലും സ്വർഗത്തിലൊന്നുമില്ല. യേശുവിൻ്റെ പേരിൽ പോലും സ്വർഗത്തിൽ ഒന്നുമില്ല. പക്ഷെ അബ്രഹാമിൻ്റെ പേര് സ്ഥലമുണ്ട്. വിശുദ്ധന്മാരുടെ റെസ്റ്റ് പ്ലേസ് ആയ പർദീസയ്ക്ക് ദൈവമിട്ട പേരാണ് അബ്രഹാമിൻ്റെ ദ ബോസം ഓഫ് എബ്രഹാം. ഹാരാനിൽ നിന്നും താൻ ആദ്യം സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സ്ഥലം എൻ്റെ പേരിൽ വരാൻ പോകുന്നു എന്നറിയാതെ ആ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സ്ഥലം പർദീസയ്ക്ക് തൻ്റെ പേര് ഇടാൻ പോകുന്ന ആദ്യ സ്റ്റെപ്പാണ് അബ്രഹാം വെച്ചത്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഭൂമിയിലൊന്നുമല്ല, ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ പേരെഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നവരാ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പണ്ടൊക്കെ ഈ ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ ഈ നിലവിളക്കുണ്ടല്ലോ, നിലവിളക്ക്. ഈ നിലവിളക്കിനകത്ത് ഇങ്ങനെ കൈ കൊണ്ട് എഴുതി, ഇങ്ങനെ വൃത്തിയായിട്ടൊന്നുമല്ല, ഒരുമാതിരിയൊക്കെ എഴുതി വെച്ചിങ്ങനെ ഉണ്ട്. മേലൂട്ട് മാധവൻ വക, മേലൂട്ട് മാധവൻ വക. അത് വകയെന്നല്ല, മേലൂട്ട് മാധവൻ പുക, വായൊക്കെ പാ പോലെ ആയിരിക്കുന്നത്. ഞാനിത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. മേലൂട്ട് മാധവൻ പക, മേലൂട്ട് മാധവൻ്റെ പകയാണ് ഈ വിളക്ക് എന്ന് വെച്ചാൽ പുള്ളിയുടെ വകയാണെന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ആ വിളക്കിനകത്തൊക്കെ അവർ എഴുതി വയ്ക്കും, മേലൂട്ട് മാധവൻ വക എന്നൊക്കെ എഴുതി വയ്ക്കും. പ്രൈസ് ലോർഡ്. നമ്മൾ നമ്മുടെ പേര് അവിടെ ഇവിടെയൊക്കെ എഴുതി വയ്ക്കാൻ ശ്രമിക്കും ഇല്ലേ? പക്ഷെ സ്വർഗത്തിൽ എബ്രഹാം എങ്ങും എഴുതി വെച്ചില്ല. പക്ഷെ സ്വർഗത്തിൽ പർദീസയ്ക്ക് ദൈവമിട്ട പേരാണ് ദ ബോസം ഓഫ് എബ്രഹാം. തൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് താൻ വെക്കുമ്പോൾ സ്വർഗത്തിൽ എൻ്റെ പേരിൽ ഒരു സ്ഥലം വരാൻ പോകുന്നു എന്ന പ്രതീക്ഷയിൽ ഒന്നുമല്ല. പക്ഷേ ഇറ്റ് വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. പർദീസയ്ക്ക് തൻ്റെ പേരിടാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു എബ്രഹാം വെച്ചത്. അവനത് അറിഞ്ഞില്ല. ആമേൻ. അടുത്തത് എക്സോഡസ് 3:16. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്. ഒന്ന് രാജ 18:36. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ആമേൻ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ തന്റെയും തന്റെ കുടുംബത്തിന്റെയും പേരിൽ അറിയപ്പെടാൻ പോകുന്നതിന്റെ ആദ്യ പടിയായിരുന്നു അത്. അവിടെ നമ്മുടെ പേരിലൊക്കെ ദൈവത്തെ അറിയാന്ന് പറയാം, കൊച്ചു കളിയാണോ അത്? ഇസ്രായേൽ ദൈവത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാ? അബ്രഹാമിന്റെ കുടുംബത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ പേരിലാണ് ഈ ദൈവത്തെ അറിയുന്നത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും പ്രാർത്ഥന എന്താ? ഓ ദ ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അബ്രഹാമിന് ഇസാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ. അപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ പേരിലാണ് ദൈവം അറിയപ്പെടാൻ പോകുന്നത്. ഞാൻ എഴുതിക്കുന്നതാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ അറിയപ്പെടാൻ പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിരുന്നു അത്. മനസ്സിലാവുന്നുണ്ടോ? ദ പോസിബിലിറ്റീസ്, സാധ്യതകൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കുമ്പം നിങ്ങളുടെ മുമ്പിൽ വരുന്ന സാധ്യതകൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നമുക്കറിയത്തില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്തുവാ? നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക.
എബ്രഹാം ദൈവത്തെ പിന്നെ വിളികേട്ടിറങ്ങി. ദൈവം പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, നീ യാഗപടം കെട്ടി പിന്നെ യാഗം കഴിക്കാനൊക്കെ പറഞ്ഞോന്നൊന്നും എനിക്കറിയത്തില്ല, ബൈബിൾ അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളി എല്ലാവരും ഞാൻ യാഗപടം കെട്ടുമായിരുന്നു, യാഗം കഴിക്കും, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമായിരുന്നു. ദശാംശം കൊടുക്കാൻ ദൈവം പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പുള്ളി ദശാംശം കൊടുത്തു. എല്ലാത്തിലും കൊടുത്തെന്നാണ് എഴുതിയേക്കുന്നത്. എബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തെന്നാണ് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. നമുക്കിന്ന് ദൈവമക്കളെ, നമുക്ക് ഈ ദശാംശം കൊടുത്ത എബ്രഹാമിൻ്റെ കഥയുണ്ട്, പിന്നെ മലാക്കി പ്രവചനത്തിലുണ്ട്, സദൃശവാക്യത്തിലുണ്ട്, ഗലാത്യ ലേഖനത്തിലുണ്ട്, കൊരിന്ത്യ ലേഖനത്തിലുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞ കൊടുപ്പൻ എന്ന് അമർത്തി, ഇതൊക്കെ ഒരുപാടുണ്ടായിട്ട് നമുക്ക് ഇന്ന് പോലും അറ്റ്ലീസ്റ്റ് ദശാംശം പോലും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതൊരു വിശ്വാസ പ്രവൃത്തിയാണ്. അത് 10 രൂപയായാലും 100 രൂപയായാലും അത് 1000 രൂപയായാലും അത് 2000 രൂപയായാലും നമ്മുടെ കറക്റ്റ് നമുക്ക് ഒരു മാസം എത്ര രൂപ നമ്മൾ ചിലവഴിച്ചോ, നമ്മൾ ഒരു മാസം എത്ര രൂപ നമുക്ക് ലഭിച്ചു, എത്ര നമ്മൾ ചിലവഴിച്ചു, ആ ചിലവഴിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ ലഭിച്ചതിൻ്റെ ദശാംശം പ്ലസ് അതിൻ്റെ കൂടെ 100 രൂപ കൂടെങ്കിലും ഇട്ട് എക്സ്ട്രാ പരീശന്മാരുടെ നീതിയെ കവിയുന്ന ഒരു ദശാംശം പേയ്മെൻറ്റ് നമുക്കുണ്ടാകണം. അതൊരു പ്രവൃത്തിയാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഫെയ്ത്ത്. അതാണ് നിങ്ങളുടെ ലൈഫിലെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് ഓരോ പാസ്റ്റർമാരൊക്കെ എന്നോട് ഞാൻ പറഞ്ഞിട്ട് റോച്ചാ എങ്ങനെയാ വെച്ചോ അച്ഛൻ ഈ ചർച്ചയൊക്കെ ഇത്രയും വാടകയും ഇത്രയും സ്റ്റാഫും അവരുടെ സാലറിയും പിന്നെ മിഷൻ ഇതും അതും ഇത് AC-യുടെ കറണ്ട് ചാർജും ജനറേറ്ററും ഇതെല്ലാം എങ്ങനെയോ ചെയ്തെല്ലാം കൂടെ അച്ഛൻ ഇത് എങ്ങനെയോ ചെയ്തെല്ലാം കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം ഞാൻ വിശ്വാസത്തിൽ വന്ന കാലം മുതൽ ഞാൻ ദശാംശം മോട്ടിക്കുന്ന ഒരാളല്ല. ഞാൻ സ്വതരാജ എന്നും അന്ന് തുടങ്ങി 5 രൂപ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ ഉയർച്ച വരുന്തോറും ഞാൻ കർത്താവിൻ്റെ കൊടുക്കുന്ന കാര്യം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ദശാംശം മാത്രമല്ല, നമുക്ക് 3 പിള്ളേരെ കൊടുത്തില്ലേ, കൊച്ചു കളിയാണോ അത്? നിങ്ങളിങ്ങനെ എന്നെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഒരു പിള്ളേരെ കൊടുക്കും, നിങ്ങൾ ഓരോന്നിനെ കൊടുക്കത്തില്ല പിന്നല്ലയോ? പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാരെ കൊടുക്കത്തില്ലല്ലോ പിന്നല്ലയോ? മോൻ M.Tech, മോൻ B.Tech, മോൾ BSc നേഴ്സ്. ഇതിനപ്പുറം ദർശനം പെന്തക്കോസ്തർ കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ജോറി ബാബച്ച സാറ് പറഞ്ഞു, റോച്ച PG വർഗീസും ആശീർവദിച്ചും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരാളെ കണ്ട റോയിച്ചാനെയാണ്. വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല, ഒരു പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടില്ല. മക്കളെല്ലാം ദൈവ വില കൊടുത്തത്. ആമേൻ, ആമേൻ. പൗലോസ് പറഞ്ഞാൽ പറയാൻ പ്രാഗൽഭ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇച്ചിരി ഗമയോടുകൂടി തന്നെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 4 മക്കളുള്ള ഒരെണ്ണത്തിനെ കൊടുക്കത്തില്ല, 3 മക്കളെ ഒരെണ്ണത്തിനെ പോലും കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് നമ്മളൊക്കെ. നമ്മൾ പറയുമ്പോൾ വലിയ കാര്യമൊക്കെ പറയും, നമ്മുടെ ആത്മീയത്തൊക്കെ വേറെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഐ ഡോണ്ട് കെയർ ഓൾ ദിസ്. ഈ നമ്മൾ പെന്തക്കോസ്തിൽ എന്ന് പറയുന്ന ഈ ആത്മീയത്തിൻ്റെ ഇതൊന്നും യാതൊരു വാല്യൂ ഇല്ല മക്കളെ. യു ഗിവ് സംതിങ് ടു ഗോഡ്. നിൻ്റെ തലമുറയെ കൊടുക്കുക ദൈവത്തിന് വേണ്ടി. നിൻ്റെ ജീവിതത്തിലെ നന്മ, നിൻ്റെ സമയം കൊടുക്ക്. നിൻ്റെ മുമ്പിൽ വന്ന ഒത്തിരി ലോകപ്രയുള്ള നന്മകൾ വേണ്ടെന്ന് വെക്കും നീ. പല ഞാൻ സകലം ചപ്പന്നും ചവറന്നും വെണ്ണ്. അതാ സ്പിരിച്വാലിറ്റി. അല്ല നമ്മൾ ഈ പുറമേ കാണിക്കുന്ന പരിപാടിയൊന്നുമല്ല സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പോൾ എബ്രഹാം കൊടുത്തു, എബ്രഹാം തന്നെ മകനെ കൊടുത്തു, എബ്രഹാം തന്നെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ദൈവം താൻ കൊടുത്തു. ആരും തന്നോട് പറഞ്ഞില്ല, മലാക്കി പ്രവചനം താൻ വായിച്ചില്ല, അന്ന് അത് എഴുതിയിട്ട് പോലുമില്ല. മകനെ ചോദിച്ചു, മകനെ കൊടുത്തു. മിനിസ്ട്രിക്ക് കൊടുക്കാനല്ല, കൊന്നുകളയാണ് പറഞ്ഞത്. കൊല്ലാൻ വേണ്ടി തയ്യാറായി. മിനിസ്ട്രി കൊടുക്കുമല്ല, നമ്മൾ മിനിസ്ട്രിക്കാണ് കൊടുത്തത്. ഇത് കൊല്ലാൻ പറയാൻ കൊടുത്തത്. കൊല്ലുന്നതിൻ്റെ കൊച്ചനെ കൊല്ലാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികളെ സമർപ്പിക്കേ. നമ്മുടെ തലമുറ ദൈവത്തിന് ദൈവവേലയ്ക്ക് വിളിയുള്ളൊരു തലമുറ ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കേ. എവിച്ചാൻ്റെ ജോമൻ പറഞ്ഞ ഒരു ടെസ്റ്റ് മണി വൈറലായിട്ട് ഫേസ്ബുക്കിലൊക്കെ പോകുന്നുണ്ട്. കേൾക്കത്തൊക്കെ നിങ്ങൾ പോയിരുന്ന്. എവിച്ചാൻ്റെ മോള് 2 പ്രാവശ്യം റാങ്ക് വാങ്ങിച്ച പെണ്ണാണ് അനുമോള്. ഞാൻ അവളെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളേ. പ്രൈസ് ദി ലോർഡ്. 2 പ്രാവശ്യം റാങ്ക് വാങ്ങിച്ച, കേരള യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ച പെണ്ണ അവള്. എബിച്ചാൻ പറഞ്ഞത്, എൻ്റെ 2 പിള്ളേരും നിങ്ങൾ അമേരിക്കയിൽ പോകുന്നതോ നിങ്ങൾ നേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ B.Tech നിങ്ങൾ ഡോക്ടറാകുന്നത് എൻ്റെ സന്തോഷം, നിങ്ങൾ സുവിശേഷ വേലക്കാരാകുന്നതാണ്. എൻ്റെ മോളൊരു പാസ്റ്റിന് ഭാര്യയാകുന്ന എൻ്റെ സന്തോഷം, എൻ്റെ മകനൊരു പ്രീച്ചറാകുന്ന എൻ്റെ സന്തോഷം. ജോമനത് വികാരത്തോടെ പറഞ്ഞ് നിങ്ങൾ ഫേസ്ബുക്ക് കിടപ്പുണ്ട്, കേട്ടു പോങ്ങൾ പോയി.
എബിച്ചനൊക്കെ പ്രാഗൽഭ്യമുണ്ട് അത് പറയാൻ. പ്രൈസ് ദി ലോർഡ്. കോംപ്രമൈസ് അല്ലേ മക്കളെ? ആത്മീയം നമ്മളിത് കാണുന്ന ആത്മീയം ഇതൊന്നുമല്ല ആത്മീയം. ദൈവം പറഞ്ഞ കാര്യം കോംപ്രമൈസ് ചെയ്യാതെ എന്ത് നഷ്ടം വന്നാലും ഞാനത് ചെയ്യുമെന്ന് പറയുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അത് നമ്മൾ ഈ പുറമേ കാണിക്കുന്ന യാതൊരു കാര്യത്തിൽ ദൈവത്തിന് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ എന്താ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ പോകുന്നതിന് ആദ്യത്തെ പടിയായിരുന്നത്. അടുത്തത് റോമൻസ് 4:17-18. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജാതികളുടെ പിതാവ് എന്ന പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള ആദ്യപടിയായിരുന്നത്. ജാതികളുടെ ദ ഫാദർ ഓഫ് നേഷൻസ് എന്ന് വിളിക്കപ്പെടാൻ പോകുന്നതിന് ആദ്യത്തെ പടിയായിരുന്നു ഹാരാനിൽ നിന്നിറങ്ങിയ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഉറങ്ങല്ലേ? പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യമൊക്കെ പറയുമ്പോൾ ഉറങ്ങുമായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾക്ക് നിങ്ങൾ, കേട്ടകത്ത് കയറി. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബഹളം വെപ്പിച്ച് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറില്ല ഞാൻ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള ആദ്യ സ്റ്റെപ്പ് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ ഒക്കത്തില്ല മക്കളെ. ഇമാജിൻ ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ ഈ ഭൂമി എത്ര തലകുത്തി മറിയാൻ നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത വലിയ നന്മകളുടെ വലിയ കൊള്ള കണ്ട് കിട്ടുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറും. അതിന് ഏറ്റവും വേണ്ട ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം ഒരു ഇമാജിനേഷനിൽ ഗാഡ് ഈസ് റിയൽ. ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വസിക്കേണ്ടതല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ അബ്രാമിനെ വിടുക. അടുത്ത ഒരാളിനോട് പറഞ്ഞിട്ട് 1-2 എണ്ണോട് പറഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണോട് പറഞ്ഞ് നമുക്ക് നിർത്താം. അടുത്തത് ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കി എൻ്റെ മനസ്സിലേക്ക് വന്ന 2-3 എക്സാമ്പിളാണ്. അടുത്ത രൂത്തിൻ്റെ ചെറിയൊരു തുടക്കം. രൂത്ത് നമുക്ക് എടുക്കാം. രൂത്ത് 1:6-7. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങി പോകുവാൻ യാത്രയായി. രൂത്തിന്റെ ചെറിയൊരു തുടക്കം. തൻ്റെ ഭർത്താവ് മരിച്ചു, അമ്മാവിയപ്പം മരിച്ചു, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രൂത്തും ഓർപ്പയും. അപ്പോൾ ഓർപ്പയുടെ കെട്ടിയോ മരിച്ചു. അപ്പോൾ 3 ആണുങ്ങൾ മരിച്ച, ആണുങ്ങൾ വാഴാത്ത ഒരു കുടുംബം. 2 മോവാബ് സ്ത്രീകൾ, പെൺകുട്ടികൾ, അമ്മച്ചി യഹൂദ സ്ത്രീ. അപ്പോൾ ഈ അമ്മച്ചിയുടെ കൂടെ 2 പേരും പോവുക. അതൊരു ചെറിയ തുടക്കമാണ്. കാരണം അവർ നോക്കിയപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് എന്നാ കാര്യം, എന്താ ഞങ്ങളെ കെട്ടിച്ച് വിട്ടതാ, ഇനിയിപ്പം അവരെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ അമ്മച്ചി, അതൊരു ചെറിയ തുടക്കമാണ്. മോവാബ് ദേശം വിട്ട് ഇസ്രായേലിലേക്കുള്ള യാത്ര, ആദ്യത്തെ സ്റ്റെപ്പ് രൂത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓർപ്പയും ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു, 2 പേരും ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി അതിൻ്റെ 1:16-17. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആ ചെറിയ തുടക്കം തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ, ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ മുന്നോട്ടുള്ള സ്റ്റെപ്പ് വെപ്പിന് തടസ്സമായി കൂടെ നിൽക്കുന്ന ആളിന് നാവിൽ നിന്നുള്ള വാക്കുകൾ തന്നെ കാരണമാകുക. മുന്നോട്ട് പോയപ്പോഴാണ് പുള്ളിക്കാരി മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ല, കുഞ്ഞുങ്ങളെ ഓർത്ത് പറയുന്നതാണ്. പുള്ളിക്കാരി പറഞ്ഞ കാര്യം കറക്റ്റാണ്. മോളെ, നിങ്ങൾ 2 മമ്മിയുടെ അവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന്, നിങ്ങൾ മോവാബിയ സ്ത്രീകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശപിക്കപ്പെട്ടൊരു വർഗ്ഗമാണ്. പിന്നെ നിങ്ങളവിടെ വന്നാൽ ഒരു കാരണവശാലും ഞങ്ങളുടെ ആളുകൾ, യഹൂദന്മാർ, വലിയ തലക്കനമുള്ള ആളുകളാണ്, വലിയ കുടുംബ പേരും ഒക്കെ പറഞ്ഞ വലിയ വലിയ ആളുകൾ. അവരാരും നിങ്ങളെ കെട്ടാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ കെട്ടിയ പിള്ളേരാണ്, കെട്ടിയവന്മാർ മരിച്ചു പോയതാണ്. 3 പേരുടെയും കെട്ടിയവന്മാർ മരിച്ചുപോയി. അപ്പോൾ ആണുങ്ങൾ വാഴാത്ത കുടുംബം എന്നുള്ള ഒരു ദുഷ്പേര് നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ തന്നെയല്ല, നിങ്ങളെ മോവാബ് പിള്ളേർ ആയതുകൊണ്ട് അവിടെ വരുമ്പോൾ
യഹൂദന്മാരായ ഈ കാട്ടാളന്മാർ, ചെറുപ്പക്കാർ, പിള്ളേർ ചിലപ്പോൾ നിങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് പോയി റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ ദയവ് ചെയ്ത് നിങ്ങൾ മമ്മിയുടെ കൂടെ വരല്ലേ. നിങ്ങളുടെ നന്മയോർത്ത് മമ്മി പറയുക, പിണക്കമുണ്ടായിട്ടല്ല, സ്നേഹത്തോടെ പറഞ്ഞു. ഓർപ്പെ അത് ചിന്തിച്ചു, ശരിയാ മമ്മി പറഞ്ഞത്. കൂടെ പോകാൻ താല്പര്യമുണ്ടെങ്കിലും മമ്മി പറഞ്ഞതിനകത്തുള്ള യാഥാർത്ഥ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഓർപ്പാ മമ്മിയെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയ സ്റ്റെപ്പ് നേരെ തിരിഞ്ഞു, ബാക്കിലേക്ക് പോയി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാ. വിശ്വാസത്തിലുള്ള പല ആൾ ഓർപ്പമാരാ. മുന്നോട്ടുള്ള യാത്രയിൽ പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ വരും. കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ നമ്മൾ നിരുത്സാഹപ്പെടുത്തും. ചില പാടിച്ച പാസ്റ്റർ എന്നോടങ്ങനെ വല്ലാണ്ട് സംസാരിച്ചു, പരസ്യമായിട്ട് വളരെ എൻ്റെ ഹൃദയം തകർന്നു പോയി, അങ്ങ് നുറുങ്ങിപ്പോയി, അതാണ് ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഓർപ്പയുടെ ഹൃദയത്തിൽ ചിന്തിച്ചവൾ ശരിയാ, മമ്മി പറഞ്ഞ ശരിയാ. ഞാനൊരു മോഹവ സ്ത്രീയാ, ഞാനൊരു ഭർത്താവ് എന്തു പറയുന്നത് ആണുങ്ങൾ വാഴാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാൻ. അവിടെ ചെന്നാൽ ഞാനൊരു മോവാബ സ്ത്രീയാണ്, അവരെന്നെ അംഗീകരിക്കത്തില്ല. അവരുടെ മുമ്പിൽ ഞാനൊരു SC ST വല്ലതും ആണ്. അവരുടെ മുമ്പിൽ അവരെന്നെ അംഗീകരിക്കത്തില്ല, അവരാരും എനിക്കൊരു ജീവിതം തരാൻ പോകുന്നതുമില്ല എന്നുള്ള ആ ചിന്തയിൽ ഓർപ്പ തിരിഞ്ഞു നടന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ രൂത്ത് എന്തുകൊണ്ട് മുന്നോട്ട് പോയി നിങ്ങൾക്കറിയാമോ? രൂത്ത് മുന്നോട്ട് കാരണം എന്താ അറിയോ? ബോവസ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതാ, നിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം, നിൻ്റെ അമ്മാവിയപ്പം മരിച്ചതിന് ശേഷം നീ നിൻ്റെ അമ്മാവി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല യഹോവയുടെ ചിറകിൻ്റെ നിഴലിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിന്നെ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ബോവസിന് അറിയാം ഇവൾ ആശ്രയിച്ചു വന്ന യഹൂദന്മാരെയല്ല. ഷീ ഈസ് ട്രസ്റ്റിംഗ് ഓൺ ദ ലോർഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിലെ ദൈവത്തിലാണ് നീ ആശ്രയിച്ച് വന്നേക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദൈവാശ്രയം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ആളുകൾ പറഞ്ഞ വാക്കുകളോ, എന്നോട് മിണ്ടിയില്ല, എന്നെ നോക്കിയില്ല, എന്നെ കണ്ടില്ല, എനിക്ക് ഷെയ്ക്കാൻഡ് തന്നില്ല, ഇതൊക്കെ നമ്മൾ വളരെ ബാലിശം. എന്നെ പ്രോഗ്രാമിന് പാടാൻ വിളിച്ചില്ല, എനിക്ക് മൈക്ക് തന്നില്ല, അവൾക്ക് മൈക്ക് കൊടുത്തു, എനിക്ക് മൈക്ക് തന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഡോണ്ട് ലിവ് ഇൻ ഇമോഷൻസ്. ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഇമോഷൻസ് അത് ജീവിക്കല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതും, നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല കാര്യങ്ങൾ തെറ്റായ സ്റ്റെപ്പുകൾ വയ്ക്കുന്നതും ബിക്കോസ് ഓഫ് യുവർ റോങ് ഇമോഷൻസ്. തെറ്റായ വികാരങ്ങളാണ് അത്. നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? യു ടേക്ക് ഡിസിഷൻ അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ തീരുമാനമെടുക്കുന്ന നിങ്ങളുടെ വികാരങ്ങളിലല്ല, വചനപ്രകാരം. പാസ്റ്റർ വേണ്ടിയില്ലയോ? കുഴപ്പമില്ല, ഞാൻ പാസ്റ്റർ നോക്കിയല്ലോ ഇറങ്ങിയത്. ഞാനും സിന്ധുവും കൂടെ അവിടെ നിൽക്കുമായിരുന്നു. സിന്ധുവിനോട് മിണ്ടി, എന്നെ നോക്കിയത് പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വേണ്ട, മനഃപൂർവ്വമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ അന്നേരം വേറെ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ച് ചിലപ്പം അങ്ങോട്ട് ശ്രദ്ധിച്ച് അങ്ങോട്ടങ്ങ് പോയി, അതായിരിക്കും സംഭവം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഈ വികാരങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ്. അതുമതി, വേണമെങ്കിൽ ഇനി ചർച്ച വിട്ടുപോകാൻ അത് മതി. ഇനി ഞാൻ ഈ ചർച്ച നോക്കില്ല. പ്രൈസ് ദി ലോർഡ്. വേറൊരു ചർച്ച എന്നാൽ പാസ്റ്റർമാർ നിങ്ങളെ കൈ തരുമോ? ഫോൺ പോലും എടുക്കത്തില്ല. അതാ വേറെ രസം. എന്നെ പോലെ ഫോൺ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയെന്ന് ഏത് പാസ്റ്റർമാരുണ്ട് ഈ സിറ്റിയിലെ? നിങ്ങളുടെയൊക്കെ ആരുണ്ട് ഇവിടെ? ബോസിൻ്റെ കാര്യം പറഞ്ഞു. റോയിച്ച, ഈ സിറ്റിയിൽ അച്ഛനെ പോലെ ഇങ്ങനെ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്ത് കാർഡ് ഉണ്ടാക്കിയെന്ന് ഒരു ഒറ്റ പാസ്റ്റർമാർ ഇവിടെ വിടില്ല. അത് വലിയ കാര്യമൊന്നും ഞാൻ പറയല്ല, എൻ്റെ ഒരു ഇഷ്ടം. അവർ കണ്ടുകൊണ്ട് സന്തോഷിച്ചോട്ടെ. അത് കണ്ടാൽ താങ്ക് യു പോലും പറയാത്തവരും ഉണ്ട്, ഒരു തംസപ്പ് ഇടാത്തവരും ഉണ്ട്. പോട്ടെ, അതും സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ ചിലർ ഇറ്റ് മീൻസ് എ ലോട്ട്. പാസ്റ്റർ റോയ്, ദിസ് മീൻസ് എ ലോട്ട്, റിയലി താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. ഇത് കണ്ടിട്ട് ഒരു തംസപ്പ് ഇടാത്ത ആളുകളും ഉണ്ട്. നമ്മളെ തംസപ്പിന് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. ഹല്ലേലൂയ. വേറെ ആഴ്ച പോയാൽ ഒരു പാസ്റ്റർമാർ അങ്ങനെ ചെയ്തൊന്നുമില്ല, ആരും ചെയ്യത്തില്ല ഒന്നും. അവർക്കൊന്നും സമയമൊന്നുമില്ലെന്നേ.
എനിക്ക് സമയം ഉണ്ടായിട്ടല്ല, എൻ്റെ ഒരു ഇഷ്ടമാണ് അത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഓക്കെ, ഇനി 1:16-17 വായിച്ചോ. 16-17 വായിച്ചു. ഒന്നുകൂടെ വായിച്ചോ. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തടസ്സങ്ങളെ തരണം ചെയ്ത് രൂത്ത് മുന്നേറുന്നു. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ മുന്നോട്ട് വരുമ്പോൾ, ആ ചെറിയ തുടക്കമാണ്, പക്ഷെ മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കൂടെ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും നിരുത്സാഹപ്പെടുത്തലുണ്ടാകുക. ദ വേർഡ്സ് ഓഫ് ഡിസ്കറേജ്മെൻറ്റ്, നിരുത്സാഹപ്പെടുത്തലിൻ്റെ വാക്കുകൾ സ്വന്തം കൂടെ നിൽക്കുന്ന ആളിൽ നിന്ന് വരിക. രൂത്തിൻ്റെ ഭാഗത്ത് നിങ്ങളൊക്കെയാണ് എന്ത് ചെയ്യും? ചിന്തിച്ചു നോക്കാം, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവങ്ങളെ, ഈ ദൈവത്തിൽ നോക്കി ഇറങ്ങുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഈ ദൈവാശ്രയം അവങ്കിലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്, അല്ലാതെ പാസ്റ്റർമാരെ നോക്കിയവരല്ല, കൂട്ടുവിശ്വാസം നോക്കിയവരല്ല. ഭർത്താവിനെ നോക്കി ഭാര്യ, ഭാര്യ നോക്കി ഭർത്താവ് നിരാശപ്പെടും. മക്കളെ നോക്കുന്ന മാതാപിതാക്കൾ നിരാശപ്പെടും. മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ നിരാശപ്പെടും. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, ആ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി, ആ ഒരു ആത്മീയ പക്വം നമുക്കുണ്ടാകണം. കാരണം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് വളരാൻ ഒരു സഭ വേണം. നമ്മളൊരു സഭയെ കൊണ്ടുവന്നു, ആ സഭയിൽ ഓക്കെ, ഇവിടെ എന്നെ അതിന് വിളിച്ചാൽ ഇറ്റ്സ് ഓക്കെ, സാരമില്ല. എനിക്ക് മയക്കുന്നില്ല, ഇറ്റ്സ് ഓക്കെ, അതും സാരമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മെയിൻ വർഷിപ്പ് ലീഡറായിട്ട് മാറും. ആ ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ നിങ്ങളായിരിക്കും മെയിൻ വർഷിപ്പ് ലീഡറായിട്ട് മാറുന്നത്. ആമേൻ. കാരണം ദൈവം ആർക്കും കടക്കാനാണ് ദൈവമക്കളെ. നമ്മളെ ആരൊക്കെ മാറ്റി നിർത്തിയാലും നിങ്ങൾ വിശ്വസ്തരാണോ, നിങ്ങൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിങ്ങൾ ആ ട്രാക്കിലൂടെ പോകുന്നവരാണോ, നിങ്ങളുടെ നന്മകളെ മുടക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ആർക്കും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. രൂത്ത് 4:13. ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ അവനെ ഭാര്യയായി. ഈ യാത്ര നോക്കൂ, ഈ യാത്ര ബോവസ് എന്ന ധനികനായ യഹൂദൻ്റെ ഭാര്യ പദവിയിലേക്ക് രൂത്തിനെ എത്തിച്ചേർത്തു. ഇതുവരെ അവൾ ചിന്തിക്കുവാന്നോ? അവിടെ ചെന്ന അവൾ മാക്സിമം ചിന്തിക്കുന്നത് എന്തുവാ? വല്ല കൂലിക്കാർ വല്ലവരും ബംഗാളി വല്ലതും ഉണ്ടായി കെട്ടുമായിരിക്കും എന്നെ, അത്രേ അവൾ ചിന്തിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മടി പിടിച്ച് വീട്ടിലിരിക്കാതെ ചെന്ന ദിവസം തന്നെ, അതാ നമ്മുടെയൊക്കെ പ്രശ്നം എന്തുവാ? നമ്മളെ പ്രശ്നം വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം ക്ഷീണമൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ? നമുക്ക് ക്ഷീണമാണ്. പക്ഷെ നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കൂ, ആ വന്ന ദിവസം തന്നെ നിങ്ങൾ വായിച്ചു നോക്കാം. അവിടെ വേണമെങ്കിൽ ഉണ്ടോ? ഫേവ കണ്ടോ? അത് കണ്ടെങ്കിൽ വായിക്കാം, ഞാനത് എഴുതിയിട്ടില്ല. കിട്ടുമ്പോൾ വായിച്ചാൽ മതി, മനസ്സിലായി? അപ്പം വന്ന ദിവസം തന്നെ ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാതെ അപ്പോൾ തന്നെ തന്നോട് കരുണ കാണിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ വയലിലേക്ക് എന്നെ അയക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പ്രാർത്ഥിച്ചിറങ്ങി കറക്റ്റായിട്ട് ബോസിൻ്റെ വയലിൽ എത്തിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ യാത്ര, ഇറ്റ് വാസ് എ ജേർണി ടു ബിക്കം ദ വൈഫ് ഓഫ് ദ റിച്ച് മാൻ ബോവസ്. 2:7. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു. അവൾ വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. അതാ, വീട്ടിൽ വന്നു, വന്ന ഡ്രസ്സ് മാറ്റിയിട്ടു, ജോലിക്കുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടു, അപ്പോഴേ വിട്ടു. നമ്മളാണെങ്കിൽ പിന്നെ മമ്മി എനിക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, എന്തായാലും ഒരാഴ്ച ഒന്ന് നമ്മൾ ഈ അന്തരീക്ഷം ഒന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനെ ഇരുന്നോ? നമ്മളുടെ അന്തരീക്ഷം മനസ്സിലാക്കി ഒരാഴ്ചയായിരിക്കും, പിന്നെ വന്നതിൻ്റെ ക്ഷീണം ഒരാഴ്ച കൂടെ മുന്നോട്ട് പോകും. അതിൽ ആ ഒരു മാസം ഒരു മുണ്ണാകം ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പം ഉയരുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് എപ്പോഴും ഉണ്ട് ഒരു ചെറിയ തുടക്കമുണ്ട്. അവർക്കെപ്പോഴും ഒരു ചെറിയ തുടക്കം. ആ തുടക്കം എവിടെ എത്തും നമുക്കറിയാൻ പറ്റത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ യാത്ര ബോവസ് എന്ന് പറയുന്നത് ധനികനായ ജാതിയൻ്റെ അല്ല, ഞാൻ ആ വാക്കിനൊക്കെ യഹൂദൻ്റെ ഭാര്യ പദവിയിലേക്ക് അവളെ എത്തിച്ചേർത്തു. ആമേൻ. കഴിഞ്ഞില്ല. രൂത്ത് 4:21-22. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ഈ യാത്ര ദാവീദ് എന്ന ഇസ്രായേലിന്റെ രാജാവിന്റെ വല്യമ്മച്ചി എന്ന പദവിയിലേക്ക് രൂത്തിനെ എത്തിച്ചേർത്തു. ഇസ്രായേൽ 40 വർഷം ഭരിച്ച ഇസ്രായേലിന്റെ ഗോൾഡൻ പീരിയഡ് എന്നറിയപ്പെടുന്ന, ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ വല്യമ്മച്ചി, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന പദവിയിലേക്ക് രൂത്തിനെ എത്തിച്ചേർത്ത ഒരു യാത്രയായിരുന്നു ഈ യാത്ര. ആമേൻ. ചെറിയ തുടക്കം. ദൈവത്തിന് വേണ്ടി വയ്ക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനൊത്ത റിസൾട്ട് ഉണ്ടോ? ഇമാജിൻ ചെയ്യുന്ന റിസൾട്ടുകൾ. Because God is a great God. He is the God of Abraham, Isaac and Jacob. He is the God of Israel. He is the mighty one of Israel. He is the holy one of Israel. He is a provider. He is a protector. He is a promoter. Praise the Lord. ഏറ്റവും അവസാനത്തത് മത്തായി 1:1-5. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. 5ാമത്തെ വാക്യം. സൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ആമേൻ. യേശു എന്ന ലോകരക്ഷകന്റെ വംശാവലിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്റ്റെപ്പായിരുന്നു രൂത്ത് വെച്ച ആദ്യത്തെ സ്റ്റെപ്പ്. ഈ യാത്ര ലോകരക്ഷകനായ ദൈവപുത്രനായ യേശുവിൻ്റെ വംശാവലി രൂത്തിനെ എത്തിച്ച ഒരു സ്റ്റെപ്പായിരുന്നു ആ സ്റ്റെപ്പ്. എത്രയോ യഹൂദ സ്ത്രീകളുണ്ടായിരുന്നു, എത്രയോ ശ്രേഷ്ഠരായ യഹൂദ സ്ത്രീകളുണ്ടായിരുന്നു. അവർക്കാണ് കയറിപ്പറ്റാൻ പറ്റാത്ത ആ വംശാവലിയിൽ, ആ കുടുംബത്തിൻ്റെ ലിസ്റ്റിൽ, ആ ഫാമിലി ട്രീയിൽ രൂത്ത് എന്ന് പറയുന്ന ഈ പെങ്കൊച്ചെത്തി. ആമേൻ. You can take many examples in the Bible. ബൈബിളിൽ ഇതുപോലെ നമുക്ക് ആദ്യ സ്റ്റെപ്പ് വെച്ച് കൊച്ചു സ്റ്റെപ്പ് വെച്ച് ഇറങ്ങിയ ആളുകളെ ഇതിൽ ഉയർത്തിയ ഒത്തിരി എക്സാമ്പിൾസ് എടുക്കാം. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ, മതി. ദിസ് ഇനഫ്. Are you ready to start something? Are you ready to start something? Well begun is half done. നന്നായി തുടങ്ങിയാൽ പകുതി പൂർത്തിയായി. Start something. In the name of Jesus, for the Lord, for the glory of God, for the extension of His kingdom. Like Abraham, like Noah, like Ruth, like Deborah, like Saint Paul, like Zacchaeus, സക്കായിയെ പോലെ, മത്തായിയെ പോലെ, ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാടാ എന്ന് പറയുമ്പോൾ അതെല്ലാം മേശയും പൈസ എല്ലാം അവിടെ ഇട്ടിട്ട് ഇറങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, മത്തയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. He never knew that I am going to write a gospel. ആ മത്തയുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ബൈബിളിലെ ആദ്യത്തെ ഗോസ്പലിൽ മാർക്കോസ് എഴുതിയത് എങ്കിൽ പോലും അവൻ ബൈബിളിൽ വന്നപ്പോൾ മത്തയുടെ അത് ആദ്യം വന്നേക്കുന്നത്. ആദ്യം എഴുതിയ മാർക്കോസാ. യേശുവിൻ്റെ അരുമ ശിഷ്യനായി മാറി, പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി മാറി മാത്യു. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. യോഹന്നാനും അന്ത്രയോസും മത്തായിയും യാക്കോബും അപ്പനെയും പടകിനെയും മീനെയൊക്കെ വിട്ടിറങ്ങുമ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കും. അവരറിഞ്ഞില്ല ഞങ്ങൾ ബൈബിളിലെ പുസ്തകം എഴുതാൻ പോകുന്ന ആളുകളാണെന്ന് അവരറിഞ്ഞില്ല. സ്വർഗത്തിൽ 12 സിംഹാസനങ്ങളിൽ കർത്താവ് യേശുവിൻ്റെ കൂടെ ഇരിക്കുമെന്ന് അവരറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ 12 പേരും എൻ്റെ കൂടെ 12 സിംഹാസനം ഇരുന്നു കൊണ്ട് നിങ്ങൾ വിധിക്കും. അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക്
Let's all stand. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോലെ ആരാധ്യനായും ആരുമില്ല. Are you ready to take the first step? A step of faith to give something valuable for God. ചില വിലയുള്ളത്, നിങ്ങൾ വിലമതിക്കുന്നത്. ദാവീദ് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ചെലവില്ലാതെ ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കത്തില്ല. I want to do a sacrifice. I want to offer a sacrifice. When I do a sacrifice, when I offer a sacrifice, I have to spend something from my life. എനിക്ക് ചെലവില്ലാതെ ഞാൻ യഹോവയ്ക്ക് ഒന്നും കൊടുക്കത്തില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവൻ അത്ഭുത മന്ത്രിയ ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ, തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം
മശിഹ കോടാക്കോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ ഹാ 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 ഹല്ലേലൂയ 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 ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം. ഞാൻ ഈ സന്ദേശം തന്നെ രാത്രി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ദൈവസാന്നിധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ നേരം അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് നിർത്താൻ കഴിയുമായിരുന്നില്ല. പക്ഷെ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിർത്തി വീണ്ടും ഞാൻ മെസ്സേജ് പ്രിപ്പയർ ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ചില വ്യക്തിയോട് സംസാരിച്ചു എന്ന് എനിക്കറിയാം. നാളുകളായിട്ട് ദൈവം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, നാളെ ആകട്ടെ, അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത മാസമാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ചില വ്യക്തികളോട് ഏത് ചെറിയ തുടക്കത്തെയും തുച്ഛീകരിക്കാതെ ക്രിസ്തുവേശുവിന് നാളോളം അതിനെ തികയ്ക്കുന്ന ദൈവം നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോൾ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എത്ര പേർ ഏറ്റെടുക്കുന്നു? എത്ര പേർ തീരുമാനമെടുക്കുന്നു? കർത്താവേ, നാളുകളായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ടിരിക്കുക. നോഹയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ ഗോഫർ മരം വെട്ടുമ്പോൾ അവൻ ഓർത്തില്ല ഞാനൊരു ഹിസ്റ്ററി മേക്കറാകാൻ പോവുകയാണെന്ന് അവൻ ഓർത്തില്ല. എൻ്റെ തലമുറകളിലൂടെയാണ് ലോകം ഇനി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ ഓർത്തില്ല. കർത്താവ് യേശു എന്നെക്കുറിച്ച് പറയുമെന്ന് അവൻ ഓർത്തില്ല. പൗലോസും പത്രോസും അവരുടെ ലേഖനത്തിൽ എന്നെക്കുറിച്ച് എഴുതുമെന്ന് അവർ ഓർത്തില്ല. ഈ നോഹയുടെ പെട്ടകം ഒരു ചരിത്ര സംഭവമാകുന്നവർ ഓർത്തില്ല. അതിനെക്കുറിച്ച് ഒത്തിരി ബുക്കുകളും പുസ്തകങ്ങളും ഒത്തിരി വീഡിയോസും ഒത്തിരി ഫിലിമും ഉണ്ടാകുന്നവർ ഓർത്തില്ല. വിശുദ്ധന്മാരുടെ പട്ടികയിൽ തനിക്കൊരു സ്ഥാനമുണ്ടാകുന്നവർ ഓർത്തില്ല. ഹാരാനിൽ നിന്ന് അബ്രഹാം ആ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഞാൻ വെക്കുന്നത് അവൻ ഓർത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിക്കാൻ പോകുന്ന ആദ്യ സ്റ്റെപ്പാണെന്ന് അവൻ ഓർത്തില്ല. യഹൂദൻ എന്ന് പറഞ്ഞൊരു വംശം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേര് പറയുമെന്ന് അവൻ ഓർത്തില്ല. എൻ്റെ മകൻ്റെ കൊച്ചുമകൻ്റെ പേര് പറയുന്നവൻ ഓർത്തില്ല. സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ റെസ്റ്റ് പ്ലേസിന് എൻ്റെ പേരിടുമെന്ന് അവൻ ഓർത്തില്ല. ബൈബിളിൽ പറഞ്ഞ ആദ്യത്തെ പ്രവാചകൻ എന്ന സ്ഥാനം തനിക്ക് കിട്ടുമെന്ന് അവൻ ഓർത്തില്ല. തൻ്റെ പേരിൽ ഒരുപാട് മൂവീസ് ഇറങ്ങുമെന്ന് അവൻ ഓർത്തില്ല. ഒത്തിരി പുസ്തകങ്ങൾ ആളുകൾ എഴുതുമെന്ന് അവൻ ഓർത്തില്ല. അവൻ ഓർക്കാഞ്ഞതും പ്രതീക്ഷിക്കാഞ്ഞതും ചിന്തിക്കാഞ്ഞതും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രൂത്ത് മാവദേശം വിട്ട് വരുമ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓർത്തില്ല. ഇസ്രായേലിലെ ബെത്ലഹേമിലെ വലിയ ധനികനായ ബോവസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഭാര്യയാകാൻ ഞാൻ പോവുകയാണെന്ന് നമ്മൾ അവൾ ഓർത്തില്ല. ദാവീദ് എന്ന് പറയുന്ന ശക്തനായ രാജാവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറാകാൻ പോകുകയാണെന്ന് അവൾ ഓർത്തില്ല. യേശു എന്ന ലോകരക്ഷകൻ്റെ
വംശാവലിയിൽ എൻ്റെ പേര് വരുമെന്ന് അവൾ ഓർത്തില്ല. ബട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ചരിത്രമുണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ് നിൽക്കുന്നത്. യു ക്യാൻ മേക്ക് ഹിസ്റ്ററീസ്. പക്ഷേ ദ ഫെയ്ത്ത് സ്റ്റെപ്പ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ചെറിയ തുടക്കത്തെയും തുച്ഛീകരിക്കാത്ത ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമുക്ക് ആ സ്റ്റെപ്പ് വയ്ക്കാം. നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്റ്റെപ്പ് വെച്ചാട്ടെ നിങ്ങൾ ഇന്ന് തന്നെ വയ്ക്കുക. രൂത്ത് ചെന്നു, ഡ്രസ്സ് മാറി, അന്ന് തന്നെ അവൾ ഫീൽഡിൽ ഇറങ്ങി. ഫീൽഡിലേക്ക് ഇറങ്ങാൻ പേടിക്കുന്ന ആളുകൾ, ഭയക്കുന്ന ആളുകൾ, മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല. വെളിയിൽ സിംഹമുണ്ട്, കാറ്റിനെ നോക്കുന്നതിന് വിതയ്ക്കുകയില്ല. ഇന്ന് പകൽ വി നീഡ് ടു റിപ്പൻറ്റ്. നമുക്കൊരു റിപ്പൻറ്റൻസ് ആവശ്യമാണ്. എത്ര പേര് ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് പറയും, കർത്താവേ, പലപ്പോഴും എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് പറഞ്ഞു, ഇന്ന വീട്ടിൽ പോയി സുവിശേഷം പറയാൻ എന്നോട് പറഞ്ഞു, ഇന്ന വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാൻ എന്നോട് പറഞ്ഞു, ഇന്ന കാര്യം ചെയ്യാൻ എന്നോട് പറഞ്ഞു, സഭയിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ അലസത, മടി, മനസ്സില്ലായ്മ, വിശ്വാസമില്ലായ്മ എന്നെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന കർത്താവേ, ഇന്ന് ഞാൻ മാനസാന്തരപ്പെടുന്ന അപ്പ. നിങ്ങളാരും കരങ്ങൾ ഉയർത്തണ്ട. നിങ്ങൾ തീരുമാനമെടുത്താൽ മതി. നിങ്ങൾ തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് പ്രാർത്ഥന വേണം. എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് കുറേ ആശകളുണ്ട്. എൻ്റെ ദൈവത്തിനാൽ നിരന്തരം സംസാരിച്ച ചില വാക്കുകൾ എന്നോട് പറയുന്നുണ്ട്. ഞാനെപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ സ്റ്റെപ്പ് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെയോ എന്നെ തടയുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്താം. അതിനകത്ത് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം. നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അതിനൊത്തിരി ലജ്ജ വിചാരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ ആരുടെയും കൈ നോക്കുന്നതുമില്ല. പ്രിയ കർത്താവേ, അങ്ങയുടെ മക്കൾ ഞങ്ങൾ മനുഷ്യരാപ്പാ, ഞങ്ങൾക്ക് കുറവുണ്ട്, ഞങ്ങളാരും പെർഫെക്റ്റ് അല്ലപ്പാ. ഇന്ന് പകൽ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഞാനും ഏറ്റെടുക്കുന്നു. അടിയൻ പ്രസംഗിച്ചാലും ഞാനും അത് ഏറ്റെടുക്കുന്നപ്പാ. ഞങ്ങൾ പലതും ചെയ്യാൻ ആഗ്രഹിച്ചു, പലതും ഞങ്ങൾ പ്ലാൻ ചെയ്തു, പലതും ചെയ്തില്ല. ദൈവാത്മാവ് അങ്ങ് സ്ഥിരം വാദിക്കുന്ന ദൈവമല്ല. അങ്ങ് സദാ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. ഒരു പത്രോസ് തോറ്റാൽ ഒരു പൗലോസ് എഴുന്നേൽക്കും. ഒരു ബർണ്ണബാസ് തോറ്റാൽ ഒരു ശീലാസ് എഴുന്നേൽക്കും. ഒരു വസ്തി തോറ്റാൽ ഒരു എസ്തേർ എഴുന്നേൽക്കും. കാരണം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യണം, വേറെ ഒരാളല്ലപ്പ. എനിക്ക് തന്നെ അത് ചെയ്യണം, എനിക്ക് തന്നെ അത് ചെയ്യണം എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരെ സഹായിക്കണം, ശക്തീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇന്നെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ ഉള്ള ദൈവകൃപ, ദൈവശക്തി, ദൈവിക ജ്ഞാനം, പരിശുദ്ധൻ്റെ അഭിഷേകം നൽകി അവരെ മാനിക്കണം. അങ്ങയുടെ നാമമഹത്വത്തിനും ദൈവരാജ്യ വ്യാപ്തിയും അവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും തലമുറയ്ക്കും നന്മയ്ക്കും അത് കാരണമാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി എല്ലാവരെയും, ഓൺലൈനിലുള്ളവരെയും ഇവിടെ ആലയത്തിലുള്ളവരെല്ലാവരും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഗ്രഹം അവർക്ക് അനുകൂലമാകട്ടെ. രൂത്തിനെ അനുഗ്രഹിച്ചതുപോലെ, അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ, നോഹയെ അനുഗ്രഹിച്ചതുപോലെ, ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ആഹാരവുമായിട്ട് പോകുമ്പോൾ പോകാതിരിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നെങ്കിലും ശേഖേമിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ശേഖേമിൽ ദോതാനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവൻ ഈജിപ്റ്റ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ തലവനാക്കി മാറ്റിയെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഓരോ ഫസ്റ്റ് സ്റ്റെപ്പുകൾക്കും പിന്നെ അതിനുശേഷം ചില പ്രതികൂലങ്ങൾ വന്നാലും ലോർഡ് വി ഹാവ് എ ഡെസ്റ്റിനി, വി ഹാവ് എ ഡെസ്റ്റിനേഷൻ അക്കോർഡിംഗ് ടു യുവർ പെർഫെക്റ്റ് വിൽ.
അങ്ങനെ ഇതപ്രകാരമുള്ള ഒരു ഡെസ്റ്റിനി ഞങ്ങൾക്കുണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് കർത്താവേ. അതിലേക്ക് എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും, എല്ലാ ഹേർഡിൽസും, എല്ലാ ഓബ്സ്റ്റക്കിൾസും, എല്ലാ ഹിൻഡ്രൻസും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്ന കർത്താവേ. നിങ്ങളുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കർത്താവെ, അനുഗ്രഹത്തിൻ്റെ കരം, ശക്തിപ്പെടുത്തുന്ന കരം ഞങ്ങളുടെ മേൽ അങ്ങ് നീട്ടിയതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് ഈ ആലയത്തിൽ ആയിരിക്കുന്നവരോടും ഓൺലൈനിൽ കണ്ടവരോടും ഇനി കാണാൻ പോകുന്നവരോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരയണമേ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. കേൾക്കപ്പെട്ട വചനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും സ്റ്റെപ്പുകൾ എടുക്കുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.